പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല മഴയുള്ള ദിവസമാണെങ്കിലും നമ്മൾ ദൈവവചനം കേൾക്കുവാനും ദൈവത്തോട് കുറച്ച് സമയം ചെലവഴിക്കാനുമായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ എല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബ്രദർ വർഗീസ് മാവേലിക്കരയാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറയുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കിയത്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം അനേക വർഷം ദൈവവിശ്വാസം ഇല്ലാതെ, ഒരു ദൈവവിശ്വാസി അല്ലാതെ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതിനുശേഷം നമ്മുടെ ഭാഗ്യസമാർഹനായ സിറിൽ മാർ ബസേലിയോസ് കാതോലിക്ക ബാബ തിരുമേനി അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ദൈവവിശ്വാസത്തിലേക്കും കൂടുതൽ ആഴപ്പെടുത്തുവാനായിട്ടും അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയിക്കാനായിട്ടും വളരെ താല്പര്യമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഞാൻ അറിയുന്നത്. തീർച്ചയായിട്ടും അതിനുശേഷം അനേക സുവിശേഷ പ്രസംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മിനിസ്ട്രിയായിട്ട് അദ്ദേഹം കാണുന്ന എനിക്ക് തോന്നുന്നു എല്ലാ മാസവും വേളാങ്കണ്ണിക്ക് ഒരു തീർത്ഥാടന സംഘത്തെ കൊണ്ടുപോകുന്നത്. സാധാരണ നമ്മൾ പോകുന്നവരെയല്ല. തീർച്ചയായിട്ടും ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നത് മുതൽ ധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നുകൊണ്ട് സന്ദർശനം പൂർത്തിയായി തിരിച്ച് വരുന്നത് വരെ അദ്ദേഹം ആ ഒരു ചൈതന്യത്തോടു കൂടിയാണ് ആ ഒരു തീർത്ഥാടനം നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഈ ഒരു വചന പ്രസംഗം നടത്തുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ ഏറ്റവും അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനെ തന്നെയാണ്. ഏറെ സ്നേഹത്തോടെ ഈ ഒരു മേഖലയുടെ പേരിലും അതുപോലെ തന്നെ കോട്ടൂർ ഇടവകയുടെ പേരിലും വ്യക്തിപരമായിട്ടും വർഗീസ് മാവേലിക്കരെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദർ ക്രിസ് ജോൺസൺ, അദ്ദേഹം നല്ല ഒരു പ്രസംഗനാണ് എന്നറിയുന്ന അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ ഇടവകയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രോട്ടോ വികാരിയസ് ഉൾപ്പെടെയുള്ള നമ്മുടെ വൈദികരുണ്ട്. എല്ലാ മാന്യ വൈദികരെയും ഏറെ സ്നേഹത്തോടെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിവിധ ഇടവകയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സിസ്റ്റേഴ്സ്, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കുക. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ കുറച്ച് നിമിഷമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ദൈവസ്ഥലം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങും. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊന്ന് ചേർത്ത് വെച്ച് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമുക്ക് എല്ലാവർക്കും നീ പറയാം, പരിശുദ്ധാത്മാവായ ദൈവമേ, സ്ഥലമുയർത്തി പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവിക സമാധാനം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവവചനം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. കരങ്ങളുയർത്തി ഹല്ലേലൂയ, കരങ്ങളുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണ് ഇങ്ങനെ കരങ്ങളുയർത്തി എന്ന് പറയുന്നത്? എക്സ്പെൻഡിങ് ആണ് കരങ്ങളുയർത്തുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ കരങ്ങളുയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ തന്നെ പറയുന്നത് പുരുഷന്മാരെല്ലായിടത്തും തങ്ങളുടെ വിശുദ്ധ കരങ്ങളുയർത്തി. ഒരു ഉദാഹരണത്തിന് ഒരു അമ്മയുടെ ഒരു കുഞ്ഞിനെ കരങ്ങളുയർത്തി അതിൻ്റെ അർത്ഥം തന്നെ. അപ്പൊ നമ്മൾ കരങ്ങളുയർത്തുമ്പോൾ നമ്മൾ ആരെ നമ്മൾ എഴുതും. അപ്പൊ എത്രത്തോളം കരങ്ങളുയർത്തിയാൽ ഈശോ നമ്മൾ എഴുതും ഉറപ്പുള്ളത് കരങ്ങളുയർത്തുമ്പോൾ നമുക്ക് വളരെ സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് ഇരിക്കും. ഒരു മണിക്കൂറിനുള്ളിലായിട്ട് നമ്മൾ വചനം കേൾക്കുവാനായിട്ടാണ്. വചന വർഷമാണ് മലങ്കര കത്തോലിക്ക സഭയിലെ വചന വർഷമായിട്ടാണ്. വചന വർഷമെന്ന് പറഞ്ഞാൽ വചനം വർഷമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നെങ്കിലും വചനത്തെക്കുറിച്ച് ആഴമായ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ സഭ നയിക്കുന്ന കാലഘട്ടം. ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാണ്: ആരാണ് വചനം തന്നത്, എന്തിനാണ് വചനം തന്നത്? ഇതാണ് വിഷയം. ഇതാണ് ആരാണ്. നിങ്ങളെല്ലാം ശ്രദ്ധയോട് കേൾക്കണം. ഇത് ഓൺലൈൻ വഴി പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ
വചനം കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ആളുകൾ ശ്രദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ വചനം ഞാൻ പറഞ്ഞത് കേട്ടോ. വചനം ആരാ തന്നത്? എന്തിനാണ്? വചനം എന്ന വാക്ക് സംസ്കൃത പദം. വചനം വെളിപ്പെടുത്തുക എന്നാണ്. എന്താണ് വചനം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം വചനം ദൈവമാണ്. നമുക്ക് എല്ലാവർക്കും പറയാം വചനം എന്താണ്. അപ്പൊ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ ആരെ കേൾക്കുക? അപ്പൊ ഞാൻ പെട്ടെന്ന് ആ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എലിമെന്ററി ആയിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മളെ ഈ ബൈബിളിലെ 8500 വാഗ്ദാനങ്ങളാണ്. അതിൽ അറിഞ്ഞിരിക്കേണ്ട 3 വാഗ്ദാനങ്ങളിൽ നിങ്ങൾ ഈ ബൈബിള് സ്നേഹിക്കാൻ, ബൈബിളെ കൊണ്ടു നടക്കണം, ബൈബിളോട് ഹൃദയത്തോട് ചേർത്ത് വെക്കണമെങ്കിൽ ഈ 3 വചനങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ബൈബിൾ തുറക്കുമ്പോൾ ഈ തിരുവചനം സ്നേഹിക്കണമെങ്കിൽ ആദ്യമായി വായിക്കേണ്ട വചനം എന്താണ്? പെട്ടെന്ന് പറയുക. ഈ ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം വായിക്കേണ്ട വചനം പെട്ടെന്ന് ഞാൻ പറയാം. റോമർ 9. എല്ലാവരും നേരിട്ട് പറയാം. റോമ 9. പറഞ്ഞ റോമ 9. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഒക്കെ പറഞ്ഞു. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. പറഞ്ഞേ. കൂടപ്പറപ്പിന്റെ കൈ പിടിച്ചോണ്ട് കൂടപ്പറപ്പെ പരാജയപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ കൂടപ്പറപ്പ് എന്ന വിളി വരുമ്പോൾ നിങ്ങൾ ഈ കൂടപ്പറപ്പ് എന്ന് പഠിപ്പിച്ചാലെന്നറിയാമോ നിങ്ങൾക്ക്? ചാവറയച്ചൻ. ഇന്നേക്ക് 180 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ചാവറയച്ചൻ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു എല്ലാവരും അവിടെ നിൽക്കാൻ പറയും. അപ്പൊ ചോദിക്കും, നിങ്ങൾ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും എങ്ങനെ പഠിച്ചത്? അപ്പൊ ആളുകൾ മറുപടി വരില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് പറയും. ഈശോയുടെ ശരീരമാണ് എന്റെ ശരീരം. പറഞ്ഞു. ഈശോയുടെ രക്തമാണ് എന്റെ രക്തം. ഇങ്ങനെ പറഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ചാവറയച്ചൻ പറയും. ഈശോയുടെ ശരീരമാണ് എന്റെ ശരീരം, ഈശോയുടെ രക്തമാണ്. അപ്പൊ നമ്മളൊക്കെ ആരാ? കൂടപ്പുറപ്പാണ്. ഒരവയവത്തിന് വേദന അനുഭവിച്ചാൽ എല്ലാ അവയവവും വേദന അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടപ്പുറപ്പ്. അവരുടെ വേദന എന്റെ വേദനയായി തീരുമ്പോഴാണ് വചനം നമ്മളിൽ മാംസം ധരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറയണം, ഈശോയുടെ ശരീരമാണ്, ഈശോയുടെ രക്തമാണ്. അപ്പൊ ഈശോയുടെ ശരീരം രക്തം ചെയ്ത് നമ്മളൊക്കെ ആരാ? കൂടപ്പുറപ്പാ. ഈ ശുശ്രൂഷയിൽ എപ്പോഴും ഒരു കൂടപ്പറപ്പ് കൂടിയുണ്ട്. വേളാങ്കണ്ണി വരുന്നവരോട് ചോദിക്കും, കൂടപ്പറപ്പേ എന്ന് വിളിക്കുമ്പോൾ അവർ എന്തോ എന്ന് വിളിക്കും. ഞാൻ ഇപ്പൊ കൂടപ്പറപ്പേ എന്ന് വിളിക്കും. എന്തോ എന്ന് വിളിക്കാമേ? കൂടപ്പറപ്പേ. പോരാ, പുരുഷന്മാരൊക്കെ വിളി കേൾക്കുന്നേ ഇല്ല. അപ്പൊ പുരുഷന്മാരൊക്കെ ആ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഫലം ഒന്ന് നോക്കാം. പുരുഷന്മാരെ വിളിക്കുക, കൂടപ്പറപ്പേ. സ്ത്രീകളോട് കൂടപ്പറപ്പേ. അപ്പോ നമ്മളെല്ലാം ആരാ? അപ്പൊ ഇതാണ് ഞാൻ പറയാൻ വന്നത്. റോമർ 9:6 ദൈവത്തിന്റെ വചനം. എല്ലാവരും കേട്ട് പറഞ്ഞു, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഒന്നുകൂടെ ദൈവത്തിന്റെ വചനം ഒരിക്കലും. അപ്പൊ ഒരിക്കലും പരാജയപ്പെടാത്ത വചനമാണ് ഞാൻ കേൾക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഒരിക്കലും പരാജയപ്പെടാത്ത വചനം കേട്ടാൽ എന്ത് സംഭവിക്കും? ഉത്തരം മംഗളവാർത്ത. സിറോമലബാർ സഭയിൽ മംഗളവാർത്തക്കാലം. മംഗളവാർത്തക്കാലം. ഈ ബൈബിളിലെ പുതിയ നിയമത്തിൽ 3 മംഗളവാർത്തകളാണ് കാണിക്കുന്നത്. ഒന്ന് സക്രിയായോട് പറഞ്ഞ മംഗളവാർത്ത, 2 പരിശുദ്ധ അമ്മയോട് പറഞ്ഞ മംഗളവാർത്ത, 3 ആട്ടിടയന്മാരോട് പറഞ്ഞ മംഗളവാർത്ത. അപ്പൊ ദൈവത്തിന്റെ വചനം കേട്ടാൽ, വചനം സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? മംഗളവാർത്ത. നമ്മുടെ ജപമാലയുടെ 1-ാം രഹസ്യം, സന്തോഷത്തിന്റെ 1-ാം രഹസ്യത്തിൽ എന്താ? മംഗളവാർത്ത അറിയിക്കുക. അപ്പോൾ ഈ മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ എല്ലാം അനുകൂലമായി വരുന്നതിന്റെ മാത്രമല്ല മംഗളവാർത്ത. ജീവിതത്തിൽ പ്രതിസന്ധി വന്നാലും, വേദന വന്നാലും, സഹനം വന്നാലും ദൈവമേ നന്ദി സ്തുതി എന്ന് പറയുന്നതിന്റെ പേരാണ് മംഗളവാർത്ത. ഹല്ലേലൂയ. ഉദാഹരണത്തിന് ഇന്നേക്ക് ഈ വേളാങ്കണ്ണിയുടെ 156ാമത്തെ യാത്രയിൽ പോകുന്നത് 8082 പേരെ ഇതിനോടൊപ്പം പങ്കെടുത്തത്. അതിൽ 575 മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഇത് 4 ദിവസത്തെ യാത്രയാണ്. ഈ 21 ഡിസംബർ 21 പോയാൽ 24-ാം തീയതി രാവിലെ തിരുവല്ലയിൽ എത്തിച്ചു. അപ്പൊ ഈ 4 ദിവസം 17 മണിക്കൂർ വചന ശുശ്രൂഷ. അപ്പൊ ഈ വചന ശുശ്രൂഷയിലെ ഈ രഹസ്യത്തിൽ 1-ാം രഹസ്യം മംഗളവാർത്തയുടെ രഹസ്യത്തിൽ മക്കളില്ലാത്തവരൊക്കെ വരും. അവരെ മുന്നിൽ നിന്നു. അപ്പൊ ബാക്കി 49 പേര് പ്രാർത്ഥിക്കും. എന്താ മംഗളവാർത്ത എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന്
വിശ്വാസി വിശ്വാസപൂർവ്വം പറയുന്നതിന്റെ പേരാണ് മംഗളവാർത്ത. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് വിശ്വാസി വിശ്വാസപൂർവ്വം പറയുന്നതിന്റെ പേരാണ് മംഗളവാർത്ത. അപ്പം 15 വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതിമാര് അവർ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നേ, അവരെ മുന്നിൽ നിർത്തി ബാക്കിയുള്ള പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് പറഞ്ഞ് മംഗളവാർത്ത സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഈ 15 വർഷമായി മക്കളെ തരാത്തതിനെ പ്രതി നന്ദി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മംഗളവാർത്ത നടന്നു. പ്രിയ സഹോദരങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങള്, വേദനകള്, സഹനങ്ങള്, ഇവയിലെല്ലാം ദൈവത്തോട് നന്ദി പറയുന്നതിന്റെ പേരാണ് മംഗളവാർത്ത. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ. എന്താ പ്രോസ്പെരിറ്റി ഗോസ്പൽ? 1000 വചനം എഴുതിയ കാര്യം നടക്കും, 2000 വചനം എഴുതിയ കൊണ്ട് 500 കൊന്ത ചുറ്റാൻ നടക്കും. ഇതൊക്കെ ആത്മാവിന്റെ രക്ഷയല്ല, ഇതൊക്കെ വെറും തട്ടിപ്പാ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ആഴമായി മനസ്സിലാക്കി ആ വചനത്തിനനുസരിച്ച് നിന്റെ ആത്മാവിന്റെ രക്ഷയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളോട് ചോദിക്കുക, എന്താ പ്രത്യാശ? എന്താ പ്രത്യാശ? എന്താ പ്രത്യാശ? ആശയം എന്ന് പറഞ്ഞാൽ മാനുഷികം. പറഞ്ഞ ആശയം എന്ന് പറഞ്ഞാൽ മാനുഷികം. പറഞ്ഞേ. നിരാശ പൈശാചികം. നിങ്ങൾക്ക് നിരാശ ഉണ്ടെങ്കിൽ പിശാച് തരുക. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷയമവനുടെ ആത്മാവിന് ഉത്തമ രക്ഷയേകുന്നു. ഇന്ന് ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഒരു വിശ്വാസി പറയുന്നതിന്റെ പേരാണ് പ്രത്യാശ. ഇന്ന് ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ ഞാൻ പോകും. ഈ ഉറപ്പിന്റെ പേരാണ് പ്രത്യാശ. ആത്മാവിന്റെ രക്ഷയാണ് ഏറ്റവും വലുത്. അടുത്തിരിക്കുന്ന കൂടപ്പുറത്തിനോട് പറഞ്ഞ് ആത്മാവിന്റെ രക്ഷയാണ് ഏറ്റവും വലുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം വായിക്കുമ്പോൾ മംഗളവാർത്ത, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല എന്ന് ഒരു വിശ്വാസി വിശ്വസിക്കുമ്പോൾ ആ ബൈബിളിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊള്ളണം. എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ബൈബിൾ ഇങ്ങനെ ഉണ്ടായി. ഈ ഹൃദയത്തിൽ ഈ ബൈബിളോട് ഇങ്ങനെ ബൈബിൾ പിടിച്ചോണ്ട്, അല്ലാതെ ഇങ്ങനെ ചക്കക്കുരി പോലൊന്നും ഇരിക്കത്തില്ല. കുറ്റം പറയരുത്. ബൈബിൾ ബൈബിളിന്റെ തിരുവചന ഗ്രന്ഥമായിരുന്നു. അതുകൊണ്ടാണ് മലങ്കര സഭയിലെ, ഞാൻ പാലാരൂപതയിലെ മലങ്കര സഭയുടെ കുർബാന തുടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞു. വെളിവ് നിറഞ്ഞോ ഈശോ നിൻ വെളിവാൽ കാണുന്നു. അതിന്റെ അർത്ഥം എന്നാ? എന്റെ അർത്ഥം എന്നാ? എന്താ സുഖം? എന്റെ അർത്ഥം എന്നാ? വെളിവ് നിറഞ്ഞോ ഈശോ നീ വെളിവാൽ കാണുന്നു. എന്റെ അർത്ഥം എന്നാ? വെളിവ് നിറഞ്ഞോ ഈശോ എന്ന് പറഞ്ഞാൽ സകല ജ്ഞാനത്തിന്റെ ഉറവിടം. വെളിവ് നിറഞ്ഞോ ഈശോ നീ വെളിവാൽ, നിന്നെ കുറിച്ചുള്ള ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വായിച്ചതിന് ശേഷം ഞാൻ ഈ വിശുദ്ധ കുർബാനയിൽ വന്നിരിക്കുക. നീ ആരാണെന്ന് എനിക്കറിയാം. അപ്പോഴേ എനിക്ക് ഭയത്തോടും ഭയത്തോടും കൂടി അവതരിക്കാൻ സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ കൈകെട്ടിക്കൊണ്ട് വിശുദ്ധ കുർബാനിക്കുന്നു. നീ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ കൈകൂപ്പിയെ എനിക്കാൻ സാധിക്കുന്നു. ആ ബലിയിൽ കൈകൂപ്പിയെ എനിക്കാൻ സാധിക്കുന്നു. വെളിവ് നിറഞ്ഞോ. എന്താ വെളിവെന്ന് പറയുന്നത്? നമ്മൾ പറയുന്നത് അവന് യാതൊരു വെളിവില്ല. വെളിവ് നിറഞ്ഞു എന്ന് പറയുക സകല ജ്ഞാനം നിറഞ്ഞു ഈശോയെ നീ വെളിവാ, നിന്നെ കുറിച്ചുള്ള അറിവ് ഈ വിശുദ്ധ ബലിക്ക് ഞാൻ വന്നിരിക്കുന്നു. ഈ വിശുദ്ധ ബലിക്ക് ഞാൻ വന്നിരിക്കുന്നു. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾ മൊബൈൽ കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. ഇത് തീയാണ് ഇയാൾ. ഇവിടെ ഈ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ അവന്റെ വസ്ത്രാഞ്ചലമാണ് ഇവിടെ മൊത്തം. സകല വിശുദ്ധന്മാരും സകല ദൂതന്മാരും ഇറങ്ങി വരുന്ന സ്ഥലമാണ്. അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ബോധം ഉണ്ടാകണം. തോന്നുന്ന സമയത്തല്ല കുർബാനയ്ക്ക് വരേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയ്ക്കുള്ള വലിയ ക്ലാസ്സുകളൊക്കെ ഞാൻ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അതായത് വചനത്തിന്റെ ക്ലാസ് എടുക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. വചനം വെളിപ്പെടുത്തുന്നു. ആ വചനം ദൈവമാണ്. ആ വചനം ഒരിക്കലും പരാജയപ്പെടില്ല. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടില്ല. ഇടത്ത് വലത്തിരിക്കുന്നു കൂടെ ഞാൻ അച്ഛനെ കെട്ടി പിടിച്ച അച്ഛ ഒരിക്കലും പരാജയപ്പെടില്ല. അപ്പൊ അങ്ങനെ ഒരാൾ പറയുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞു. ആമേൻ. ഒരാളോട് പറഞ്ഞു ദൈവത്തിന്റെ വചനം പറഞ്ഞു ആമേൻ എന്ന് ഉത്തരവാണ്. ആമേൻ. അപ്പൊ ദൈവത്തിന്റെ വചനം ഒരിക്കലും. ഇനി 2 ബൈബിൾ തുറക്കുമ്പോൾ ആദ്യം രണ്ടാമത് വായിക്കേണ്ട വചനം ഫിലിപ്പി 2 പറഞ്ഞു. എല്ലാവരും നേരിട്ട് പറഞ്ഞു. ഉറക്കെ പറഞ്ഞു. ഒന്നോടെ ഉറക്കെ പറഞ്ഞു. ഫിലിപ്പി 2:16 നോക്കാം. നിങ്ങൾ ജീവന്റെ വചനത്തെ ഒരു മണിക്ക് അങ്ങോട്ട് കൊടുക്കാം.
ഒരു മണിക്കൂർ. നിങ്ങൾ ജീവന്റെ വചനത്തെ, ഈ വചനത്തിന് എന്തുണ്ട്? ഈ വചനത്തിന് എന്തുണ്ട്? ജീവനുള്ളവരിൽ 3 ഹല്ലേലൂയ പറഞ്ഞു. ജീവനുണ്ട്. അപ്പൊ ജീവന്റെ വചനത്തെ എങ്ങനെ പിടിക്കണം? നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കണം. നിങ്ങൾ പിടിക്കേണ്ട മൊബൈൽ അല്ല, പണമല്ല, ATM കാർഡല്ല. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചാൽ, ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചാൽ, ആ വചനത്തെ മുറുകെ പിടിച്ചാൽ ശൂന്യതയിൽ നിന്ന് എല്ലാം തരാൻ കഴിവുള്ളവരായ ഒരു ദൈവമുണ്ടെന്ന് അബ്രഹാമിന്റെ അതേ വിശ്വാസമായിരുന്നു മാതാപിതാവിനും. അതുകൊണ്ടാണ് സഭ ഇത്രയും വളർന്നത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഉണ്ടമലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടതെന്റെ അനുഗ്രഹമാക്കി മാറ്റിയ ഒരു ദൈവത്തിന്റെ സന്നദ്ധയിലാണ് ഞാൻ നിൽക്കുന്നത്. സമയത്തിൽ പറഞ്ഞ്, ശക്തിയോട് പറഞ്ഞ്, ഉണർവോട് പറഞ്ഞ്, ദൈവത്തിന്റെ വചനം എന്താ കേട്ടത്? നിങ്ങൾ ജീവന്റെ വചനം. എന്ത് വചനം? ലോകത്തിൽ ഒന്നിനും ഒരു പുസ്തകത്തിനും ജീവനില്ല. ഇത് ജീവൻ. അതുകൊണ്ടാണ് ഇത് ദൈവ നിവേശിതമാണ്, ദൈവത്തിന്റെ ശ്വാസമാണ്. ഒരു ശ്വാസം കിട്ടിയ താഴോട്ട് ഈ ശ്വാസത്തിന് ഇതുണ്ട്. ഈ വചനത്തിന് ഒരു ശ്വാസം, ദൈവത്തിന്റെ ശ്വാസമാണ് നിങ്ങളിലേക്ക് വന്ന് പതിയുന്നത്. വചനം കേൾക്കുമ്പോൾ ഈ ശ്വാസമാണ്. അതാണ് വചനം എന്ന് പറയുമ്പോഴേ ആ വചനം ഈ ശ്വാസമാണ്. ഉദാഹരണത്തിന് ഈ ശ്വാസമാണ് ഈ വായു. ഈ വായു കൊണ്ട്, വായുവിനെ നമ്മൾ വിളിക്കുന്ന റൂഹ. ഈ റൂഹയാണ് നിങ്ങളിലേക്ക് വചനം കേൾക്കുമ്പോൾ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. റൂഹായുടെ സഹായത്താലാണ് വചനം കേൾക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് മുറുകെ പിടിക്കണം? പറഞ്ഞു എങ്ങനെ പിടിക്കണം? മുറുകെ പിടിക്കണം. അപ്പൊ അങ്ങനെ മുറുകെ പിടിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ ജീവിതത്തിലെ ഓട്ടം, ഒരു ഓട്ടം, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടം. ഞാൻ നല്ലവണ്ണം ഓടി ഓട്ടം തരച്ചതാ പറയും. ഞാൻ നല്ലവണ്ണം എന്ന് വെച്ചാൽ സിസ്റ്ററെ, സമർപ്പിതയായ സിസ്റ്റർ നല്ല ജീവിതം നയിച്ചു, നല്ലൊരു ജീവിതം നയിച്ചു, അനേക ആത്മാക്കളെ നേടി. എനിക്ക് ഓട്ടം തരച്ചു. എനിക്ക് വേണ്ടി അവിടെ ഞാൻ ഇന്ന് മരിച്ച ഞാൻ സ്വർഗത്തിൽ പോകും. പ്രിയ സഹോദരനെ, ഞാൻ ഓടി. എന്തിനു വേണ്ടി ഓടി? ഞാൻ ഓടിയത് ജീവിതത്തിന്റെ അധ്വാനവും ഒന്നും വ്യർത്ഥമാകത്തില്ല. വചനത്തെ മുറുകെ പിടിക്കുന്ന ദൈവമേ, നിന്റെ ജീവിതം ഒരിക്കലും പരാജയപ്പെടില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം എങ്ങനെയാണ് കേൾക്കേണ്ടത്? സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 21-22 തിരുവചനം, മകനെ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ മകനെ എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളി കേൾക്കണം. സുഭാഷിതം 4:20-21-22 ഐശ്വര്യത്തെ മകനെ എന്ന് വാക്കുകൾ ശ്രദ്ധിക്കുക. മകനെ എന്ന് വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളിക്കട്ടെ. പോരാ, മകനെ, മകനെ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്റെ മൊഴികൾക്ക് ചെവി തരിക. വചനം നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകരുത്. ഈ ബൈബിളിൽ കിടക്കുന്ന വചനം നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകരുത്. നിന്റെ എപ്പോഴും നിന്റെ ദൃഷ്ടിപഥത്തിൽ ഈ വചനം ഉണ്ടായിരിക്കണം. കാരണം ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ എവിടെ ശ്രദ്ധിക്കണം? ഹൃദയത്തിൽ സൂക്ഷിക്കും. ഹൃദയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യും. നിന്റെ നിക്ഷേപം എവിടായിരിക്കണം? ഈ വചനമാകുന്ന ഹൃദയം. വചനം ഇങ്ങനെ നിക്ഷേപിക്കും. നിന്റെ നിക്ഷേപം ഇവിടെ ഹൃദയം. പ്രിയ സഹോദരനെ, നിന്റെ നിക്ഷേപം ഈ വചനമായിരിക്കണം. ഈ വചനമാണ് നിക്ഷേപമെങ്കിൽ നിന്റെ ജീവിതം ഒരിക്കലും പരാജയപ്പെടില്ല. അപ്പോൾ ഈ വചനം എവിടെ ചെയ്യണം? ഡിപ്പോസിറ്റ് ചെയ്യും. ഹൃദയത്തിൽ സൂക്ഷിക്കും. ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡിപ്പോസിറ്റിന്റെ പ്രത്യേകതയില്ല. ബാങ്ക് ജോലിയോട് അറിയില്ല. ഡിപ്പോസിറ്റ് ഉള്ളവരൊക്കെ എത്രയും കൂട്ടി. നിങ്ങളോട് ചോദിക്കും ഡിപ്പോസിറ്റ് ഒന്നും ഞാൻ ചോദിക്കുന്നത്. ഈ ഡിപ്പോസിറ്റിന്റെ പ്രത്യേകത എന്താ? സിസ്റ്ററിനോട് ഡിപ്പോസിറ്റിന്റെ പ്രത്യേകത. ഡിപ്പോസിറ്റിന് 3 പ്രത്യേകതയുണ്ട്. ഒന്ന്, സുരക്ഷിതം. ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിട്ട് അസുരക്ഷിത കിട്ടുക. പലിശ കുറവാണെങ്കിലും തിരിച്ചു കിട്ടുന്ന ബാങ്കുകളുണ്ട്,
ഇടത്തും. അപ്പോൾ ഡിപ്പോസിറ്റ് സുരക്ഷിതം. 2, ഡിപ്പോസിറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ? 3, ഡിപ്പോസിറ്റ് തലമുറകൾക്കുള്ള കരുതല. പ്രിയ സഹോദരനെ, നീ ദൈവത്തിന്റെ വചനം ഡിപ്പോസിറ്റ് ചെയ്താൽ ഇതാ സകല തലമുറകളും നിന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും, ഭാഗ്യവതി എന്ന് വിളിക്കും, ഭാഗ്യവാൻ എന്ന് വിളിക്കും. നീ വചനം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ചെറിയ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് 10 വയസ്സുകാരി ഒരു പെൺകൊച്ച് കേട്ടു. ആ വചനം ഡിപ്പോസിറ്റ് ചെയ്തു, ഇന്ത്യയിൽ വന്നു. ഇതാ അവൾ മദർ തെരേസയായി മാറി. ഇതാ പാരീസ് സർവകലാശാലയിലെ തത്വശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് സേവ്യർ സഹപാഠിയായ ഇഗ്നേഷ്യസ് ചെറിയാള സമാന്തര സുവിശേഷത്തിന്റെ വചനം പറഞ്ഞു, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? തുടർച്ചയായി പറഞ്ഞപ്പോൾ വചനം വാളായിട്ട് വന്ന് ഹൃദയത്തിൽ വന്നു കയറി. ഇതാ ഭാരതത്തിൽ വന്നു. ഈ കൊല്ലം തിരുവനന്തപുരം മല്ല ലത്തീൻ കത്തോലിക്കരുടെ പൂർവികരെല്ലാം സ്വന്തം കൈകൊണ്ട് മാമോദീസ മുക്കി 3 ലക്ഷം പേരെ. എത്ര പേരെ? ഒരു ഫ്രാൻസിസ് സേവന് വേണ്ടി സഭ കാത്തിരിക്കുക. 487 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ശവമായി വീട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് വചനം ഡിപ്പോസിറ്റ് ചെയ്തോ, ആര് സകല തലമുറകളും അവനെ ഓർത്തു. അവൻ ആത്മീയത്തിൽ നടന്ന മരം പോലെയാണ്. ഹല്ലേലൂയ. ആ വിഷം എപ്പോഴും നിലനിൽക്കും. ഫലമില്ലാത്ത വിഷത്തിന്റെ പേര് കോടായിരുന്നു. നീയാണെന്ന അപ്പൻ വചനം മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ശവടക്ക് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ മക്കൾ തിരിച്ചു നോക്കത്തില്ല. അതാണ് ഫലം തരാത്ത വിഷത്തിന്റെ പേരിന് കോടായി, വിസ്മൃതിയുടെ കോടായി, വിസ്മൃതിയുടെ കോടായി വെക്കപ്പെട്ടു, വിസ്മൃതിയുടെ കോടായി വെക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം വായിച്ചതുപോലെ വചനം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ വചനം ഉൾക്കൊള്ളുന്നവന് അവ ജീവൻ അവന്റെ ശരീരത്തിന് ഔഷധവുമാണ്. മുമ്പേ ജീവൻ കേട്ടോ മുമ്പേ ജീവൻ കേട്ടത് എവിടാ? അപ്പോൾ ഇവിടെ എന്താ സുഭാഷിതങ്ങൾ സോളമൻ എഴുതി വെക്കുക. എന്നാൽ വചനം ഉൾക്കൊള്ളുന്നവന് അവൻ ജീവനും അത് ജീവനും അവന്റെ ശരീരത്തിന് ഔഷധമാണ്. ഇപ്പോൾ തന്നെ രോഗസൗഖ്യം നടക്കും. നീ വചനം ഏറ്റു പറഞ്ഞാൽ രോഗസൗഖ്യം നടക്കും. വചനം മാംസം ധരിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകും. അപ്പോൾ മുറുകെ പിടിക്കണം. അപ്പൊ അത് ജീവനും ഔഷധവുമാണ്. അടുത്ത വചനം ഹൃദയത്തെ നീ ഹൃദയമുള്ളവരെ ഹൃദയത്തിൽ കൈവച്ച് ഹൃദയമുള്ളവരുമാണ്. നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവന്റെ ഉറവകൾ ഒരു ക്രൈസ്തവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ ഉറവകളാണ്. വർഗീസ് മാവേലിക്കർ എന്ന് പറയുന്ന വ്യക്തി 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനം കേട്ടപ്പോൾ ഒരു ജീവന്റെ ഉറവ ഇതിൽ നിന്ന് പുറപ്പെട്ടു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, തിരുനാളിന്റെ അവസാന ദിവസം അവൻ ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നെ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ രക്തം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ പുറപ്പെടും. കരമേറ്റ് ഹല്ലേലൂയ പറഞ്ഞു, സ്വരമേറ്റ് പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ്, ജീവന്റെ അരുവി. ഇങ്ങനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിസ്സാരക്കാരനാണോ സഹോദരൻ? നീ ഒരു നിസ്സാരക്കാരനാണോ? ക്രിസ്ത്യാനി നിന്റെ വില നീ മനസ്സിലാക്കണം. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ജനമാണ് നീ പറയുന്നത് പോലെയാണ് നിന്റെ ദൈവം കേൾക്കുന്നത്. ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് ഈശോ മാത്രമേ ഉള്ളൂ. ആ ദൈവമാണ് ജീവിക്കുന്ന ദൈവം. ആ വചനം അനുസരിക്കുന്നവൻ പറയുന്നതാണ് ദൈവം കേൾക്കുന്നത്. ഹല്ലേലൂയ, കരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത് പറയുക. അപ്പോ ആദ്യം എന്ന് പറഞ്ഞു, ആദ്യം എന്താ പറഞ്ഞത്? ഏത് വചനം? 2. ഇനി മൂന്നാമത് പറയുന്നു. 1 പത്രോസ് 1:25. ആദ്യം അതാണ് ഗനേസിന്റെ തടാകത്തിന്റെ തീരത്ത് നിൽക്കുമ്പോൾ
2 വള്ളങ്ങൾ ശൂന്യമായി. ശൂന്യമായ വെള്ളത്തിന്റെ ഒന്നാമത്തെ വള്ളം പത്രോസിന്റെ. ആ വള്ളത്തിൽ അവൻ കയറി. പ്രിയ ഗണേശന്റെ തീരത്ത് നിങ്ങൾ ഇരിക്കുന്നു. ഇവിടെ ഒരു വള്ളമാണ് നടക്കുന്നത്. 13 വള്ളങ്ങൾ നടക്കുക. ഈ വെള്ളത്തിൽ കഴിഞ്ഞ് ഈശോയെ തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കരുതി. കർത്താവേ, നീ എന്റെ ഹൃദയത്തിൽ ഒന്ന് തിരിക്കണം. വചനം കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ വചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അത്ഭുതത്തിലേക്ക് നോക്കിയത്. അത്ഭുതത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ദൈവത്തെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവിന്റെ കാൽക്കൽ വീണ് ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ടാണ് അവൻ സഭയുടെ തലവനായി. എളിമയുടെ വാർത്ത, എളിമയുടെ വാർത്ത. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നിന്റെ കുറവുകൾ നീ മനസ്സിലാക്കും. ആ കുറവുകൾ മനസ്സിലാക്കി നീ നിറവുള്ളവനായി മാറും. അപ്പൊ ആദ്യം ആത്മാവ് എന്താ പറയുന്നത്? എന്നാൽ കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്ന അനുഭവത്തിൽ കൂടിയാണ് പറയുന്നത്. കർത്താവിന്റെ വചനം നിത്യം അടിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ കൂടപ്പുറപ്പിന്റെ കൈ പിടിച്ചത് പറയാം. കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്ന സന്തോഷത്തോടെ ചിരിച്ചു ഗൗരവമൊക്കെ കളഞ്ഞിട്ട് വന്നു. കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. കർത്താവിന്റെ വചനം നിത്യം പറഞ്ഞു. കർത്താവിന്റെ വചനം അപ്പൊ നിലനിൽപ്പുള്ളത് എന്തിനാ? വലതരമയത്തിൽപ്പെടാം. നിലനിൽപ്പുള്ള ഒറ്റ കാര്യങ്ങളുണ്ട്. കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. ഈ സുവിശേഷം, ഈ നല്ല വാർത്ത, ഈ വലിയ വാർത്ത. എന്താ സുവിശേഷം? എന്താ സുവിശേഷം? ADM എന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ ചെയ്തു അല്ലേ? നിങ്ങൾക്ക് അറിയത്തില്ലേ? ആ കളക്ടർ ചെന്നിട്ട് പറയുക, ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഈ കളക്ടർ അടുത്ത് ചെന്നിട്ട് പറയുക, പോട്ടെ നവീൻ, പോട്ടെ സാരമില്ലെന്ന് കളക്ടർ പറഞ്ഞായിരുന്നെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തില്ല. ഇതിന്റെ പേരാ സുവിശേഷം. പോട്ടെ സാരമില്ല എന്ന് പറയുന്നതിന്റെ പേരാ സുവിശേഷം. അടുത്തിരിക്കുന്ന പോട്ടെ സാരമില്ല. അപ്പൊ സാരമായ എന്തൊക്കെയുണ്ട്? അപ്പൊ പോട്ടെ സാരമില്ല എന്ന് പറയുന്നതിന്റെ പേരാണ്, എല്ലാവർക്കും ക്ഷമ കൊടുക്കുന്നതിന്റെ പേരാണ് സുവിശേഷം. സ്വർഗം തുറക്കുന്നതാണ്. അതാണ് താക്കോൽ വചനം. 7 താക്കോൽ വചനം. ഒന്നാമത്തെ എന്താ? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് ഇതാണ് സ്വർഗം തുറക്കുന്ന വചനം. എല്ലാവരെയും നിരപരാധിയായി പ്രഖ്യാപിച്ചു. ആരുടെയും കുറ്റം പറയാത്തവന്റെ പേരാണ് സുവിശേഷം. വിവരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു എലിമെന്ററി ആയിരുന്നു. ഇനിയിപ്പോ വിഷയത്തിലേക്ക് വരിക. ഇതുവരെ വിഷയമാണ്. ഇനി വിഷയം എന്താ? വിഷയം തുടങ്ങിയത് ഓർക്കുന്നു. ആരാണ് വചനം തന്നത്? വചനം എന്തിനാ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ 17-ാം അധ്യായം ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറയുന്നത് സുവിശേഷത്തിന്റെ കാതലാണ്. ഈ 13, 14, 15, 16, 17 ഈ 5 അധ്യായങ്ങൾ പ്രബോധനം. ഈ സഭയെ താങ്ങി നിർത്തിയിരിക്കുന്നത് 4 ഫില്ലേഴ്സ്. കേൾക്കുന്നുണ്ടോ? സഭയെ താങ്ങി നിർത്തുന്നത് 4 ഫില്ലർ. ഈ 4 ഫില്ലർ എന്താണെന്ന് നോക്കിയിട്ട് അപ്പോസ്തല പ്രവർത്തനം 2:42 4 ഫില്ലർ നോക്കാം. അപ്പോൾ സഭയെ താങ്ങി നിർത്തുന്ന 4 ഫില്ലേഴ്സിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാം. 2 അപ്പോസ്തല പ്രവർത്തനം 2:42 അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം. എന്താ പ്രബോധനം? ദൈവവചനത്തെ കുറിച്ചുള്ള ആഴമായ വെളിവുള്ള ഈശോ, നീ വെളിവ, നീ ആരാണ് എനിക്ക്, നീ രക്തത്തിൽ മുക്കിയ മേലകി ധരിച്ചിരിക്കുന്നു, നിന്റെ നാമം ദൈവവചനം എന്നാണ്. വചനമാകുന്ന ദൈവത്തെ ഞാൻ കാണാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രബോധനം, അതുകൊണ്ടാണ് എമാവൂസിലെ ശിഷ്യന്മാരുടെ 2.5 മണിക്കൂർ യാത്രയെ കുറിച്ച് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറയുന്നത് ഇതാണ് യഥാർത്ഥ പ്രബോധനം. അവിടെ വെച്ച് 2.5 മണിക്കൂർ സമയം ഈശോ ആരാണെന്ന് അവരോട് പറഞ്ഞു. പ്രബോധനം കേട്ടപ്പോൾ അവർക്ക് കൂട്ടായ്മയുണ്ടായി. ഞങ്ങളോടൊത്ത് വസിക്കണം, ഞങ്ങളോടൊത്ത്
വസിക്കും. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭിന്നിപ്പില്ല. എന്റെ 30 വർഷമായ ടി വി പെട്ട 28 വർഷത്തിന് മുമ്പ് തോട്ടപ്പള്ളി അടുത്ത് സാഗരമാത എന്ന് പറഞ്ഞ കൊല്ലം രൂപതയിൽ ഒരു പള്ളിയാണ്. അപ്പൊ സാഗരമാത പള്ളി 28 വർഷത്തിന് മുമ്പ് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു മരിച്ചു. അന്ന് വചനം കേട്ടപ്പോൾ പറഞ്ഞു, അജി യേശു മാത്രമേ ഏക ദൈവമുള്ളെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന്റെ പേരിൽ അന്ന് ആ കുടുംബം മൊത്തം അജി ജോസഫായി. എന്തായി? അജി ജോസഫായി. അജി ജോസഫായി. അജി മാത്രമല്ല, അജിയുടെ ഭാര്യ, മക്കൾ, അജിയുടെ അപ്പനും അമ്മയും എല്ലാം ഈശോയാണ്. 30 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 5032 ഹൈന്ദവ സഹോദരങ്ങളെ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഞാൻ ചേർന്നു. നിങ്ങൾ എത്ര പേരെ ചേർന്നു? ഞാൻ കാണുന്ന വ്യക്തികളോട് പറയും, യേശു ക്രിസ്തു മാത്രമേ ഏക രക്ഷകനുള്ളൂ. എനിക്ക് തലയല്ല വേണ്ടത്, തല വന്നവനാ വേണ്ടത്. തല വേണമെങ്കിൽ നിങ്ങൾക്ക് സുഖലോകത്തിലേക്കാകും. നിങ്ങൾ പ്രോസ്പെരിറ്റി ഗോസ്പലിലേക്ക് വരും. ഈ ലോകത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ഇത്ര പ്രാർത്ഥിച്ച ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും. അവിടൊക്കെ നിരാശയിച്ചു. അതുകൊണ്ടാണ് പ്രബോധനം കേട്ടില്ലെങ്കിൽ സംഭവിക്കും. ദാവീദ് മഹാരാജാവ് സങ്കീർത്തനം 17:14 പറയുക, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എങ്ങനെ പറയുന്നത്, ഇഹലോക മാത്രം, ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് ദൈവമേ, എല്ലാവരും കാര്യം മനുഷ്യ വിളിച്ച് പറഞ്ഞു, ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യരിൽ നിന്ന് ദൈവമേ, അങ്ങയുടെ കരം എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥന ഇത് മാത്രമാണ്, ബാക്കി എല്ലാം തരും. ഈ ലോക ജീവിതം പറഞ്ഞാൽ ഏറിയാൽ 80. ഇന്നലെയുള്ളവർ ഇന്ന് വിടില്ല, ഇനി ഒട്ട് വരികയുമില്ല. വരുമോ? അപ്പൊ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം, ഈ ജീവിതത്തിൽ അവിടെ ഓസ്ട്രേലിയയിൽ പോകാം, അമേരിക്കയിൽ പോകാം, കാനഡയിൽ പോകാൻ, അല്ലെങ്കിൽ ഇവിടെ ഒരു വീട് വെക്കാൻ, ഇതിനു വേണ്ടിയല്ല. ഇതൊക്കെ വേണമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് മംഗളവാർത്ത സ്റ്റേഷനിലെ ആ 15 വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതിമാരെ നിങ്ങൾ ചോദിക്കുമെന്ന് വിചാരിച്ചത്. എന്താ ഇത് പറഞ്ഞ് ചോദിക്കുന്നത്? നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ്. ആ 15 വർഷമായിട്ട് എടുത്തിട്ട് പറഞ്ഞു, 15 വർഷം മക്കളെ യാത്രയായിട്ട് നന്ദി പറയാൻ പറഞ്ഞു. അങ്ങനെ നന്ദി പറഞ്ഞ് സ്തുതിച്ചപ്പോൾ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഓസ്ട്രേലിയയിൽ ചെന്ന് 3 മാസത്തിന് ശേഷം വിളിച്ചു പറയുകയാണ്, ഇതേ വിശേഷമുണ്ട്, 1 അല്ല 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. പ്രിയ സഹോദരങ്ങളെ, ഈ ജീവിതത്തിന്, ഈ ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന കണ്ടോ, 2 സെന്റ് സ്ഥലം എറണാകുളത്ത് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ് 17 വർഷമായി അപ്പനെ കാണാതിരിക്കുന്ന വ്യക്തി അറിയാം. കഴിഞ്ഞ ദിവസം അപ്പൻ മരിച്ചിട്ടൂടെ ആ മകൻ വീട്ടിൽ കയറിയില്ല. ഞാൻ പറഞ്ഞു, മോനെ, നിന്റെ അപ്പനെ മരിച്ചത്, നീ പോകണം, പൂത്തില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് 2 സെന്റ് സ്ഥലമാണോ വലുത്? അപ്പനാണ്. എനിക്ക് 2 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 2 കോടി രൂപയ്ക്ക് കിട്ടാൻ. ഒരു കത്തോലിക്കൻ പറയും, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിച്ചതുകൊണ്ടാണ് പാവം പിടിച്ച ശിശുനായ ഞങ്ങളുടെ പക്കരെ അന്ന് ആഴ്ചയിൽ പിതാവായിരുന്നു അന്ന് അവിടുത്തെ ബിഷപ്പ്. അപ്പോ ഈ FCC എന്ന് പറഞ്ഞ സിസ്റ്റേഴ്സ് അൽഫോൻസ് സാമുവൽ കോൺഗ്രിഗേഷൻ. അപ്പൊ ഈ കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ ഞാൻ വന്നു, വേറൊരു ബന്ധവും. ഞങ്ങൾ 3 ദിവസം 4 പേരോട് ആവശ്യം. ഹല്ലേലൂയ. 5 ദിവസത്തെ ധ്യാനം സിസ്റ്റേഴ്സിന്. അപ്പൊ സിസ്റ്റേഴ്സിന്റെ 5 ദിവസത്തെ ധ്യാനത്തിൽ ഒരു ദിവസം ഞങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അംബാസഡർ കാറിന്റെ പുറകിൽ ഇരുന്ന് കുപ്പായിട്ട് കലർന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളോട് സഹായിക്കുന്നു. പിന്നീടാണ് മനസ്സിലായത് ആനച്ചേരിക്കുന്ന ഇത്രയും സാധുവായ ഒരു മനുഷ്യൻ ഭൂമി ഉപമാനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തി, ഇത് ബന്ധിതപ്പെടുത്തി. ഇതാണോ ക്രൈസ്തവ ജീവിതം? മനസ്സിലാക്കണം. ഈ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, ഉന്നതത്തിലുള്ളവയെയാണ് നോക്കേണ്ടത്. ഭൂമിയിലുള്ള വസ്തുക്കളിലേക്ക് നോക്കിയായിരുന്നെങ്കിൽ മലങ്കര സഭ ഉണ്ടാകത്തില്ല. മുണ്ടമലയിൽ നിന്ന് മലങ്കരയോട് ഇറങ്ങിയപ്പോൾ അറിയാം, ദൈവത്തിലേക്ക് നോക്കിയ ഇതെല്ലാം തരാൻ കഴിവുള്ളവനായ ഒരു ദൈവമുണ്ട്. ആ മാർവാനസ്പിതാവിന്റെ ശക്തമായ പ്രാർത്ഥനയിലാണ് ഇന്ന് മലങ്കര സഭയിലെ ദാനിയേൽ പൂർണ്ണത്തിൽ അച്ഛനെ അറിയാത്ത ഒരു ദേശത്തുകാരും ഈ 5 ഭൂഖണ്ഡങ്ങളിലില്ല. ഇത് മാർവാനസ്പിതാവിന്റെ പ്രാർത്ഥന.
വെളിയിലുള്ളത് കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് മാനവ വിശുദ്ധനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വർഷത്തിൽ ഒരിക്കലും ഓർക്കുന്നുള്ളൂ. നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചായെങ്കിൽ എന്നെ അദ്ദേഹം വിശുദ്ധനായി, എന്നെ അദ്ദേഹം വിശുദ്ധനായി. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പദയാത്രയാണ് വേണ്ടത്. ഹല്ലേലൂയ. ഓരോ ദിവസവും ജപമാലയിൽ പിതാവേ, ഈ പിതാവ് ഉള്ളതുകൊണ്ടാണ് തർക്കവും വഴക്കവുമില്ലാത്ത സഭയിൽ കത്തോലിക്ക സഭയുമായി ഐക്യപ്പെട്ടു. പുനരേക്കവല്ല, ഐക്യപ്പെട്ടു, ഐക്യപ്പെട്ടു. ഞങ്ങൾ ഐക്യപ്പെട്ടു. ഹല്ലേലൂയ. കാരണം ഈ പിതാവാണ്. ഹല്ലേലൂയ പറഞ്ഞു. സ്വരമില്ലല്ലോ, ശക്തിയില്ലല്ലോ, നാമില്ലല്ലോ, സ്വരം പോലെയല്ലോ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരനെ ശ്രദ്ധിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണോ ക്രിസ്തു പ്രത്യാശ വെച്ചിരിക്കുന്നത്? വീണ്ടും ഈ ദാവീദ് പറഞ്ഞ അതേ വചനം പൗലോസ് കോരിന്ഥോ സഭയിൽ പറയുന്നു. ദാവീദ് പറഞ്ഞ അതേ വചനം പൗലോസ് ആരോട് പറയാണ്? കോരിന്ഥോ സഭയോട് പറയും. എവിടെ? 1:15-19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവർ, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവർ നമ്മളെല്ലാ മനുഷ്യരെയും ഭാഗ്യരാണ്. ഞങ്ങൾക്ക് 882 അപേക്ഷിക്കുന്നു വേളാങ്കണ്ണി. നമ്മൾ ഈ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ നമ്മുടെ പട്ടുമല പള്ളിയിലെ വീടെടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. അതിൽ 100 അപേക്ഷിച്ചാൽ അല്ലെങ്കിൽ 1-2 പേര് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബാക്കിയുള്ളവരെല്ലാം ജോലി, പഠിത്തം, ഈ ലോകത്തിന്റെ പ്രോസ്പെരിറ്റി മാത്രം, ആത്മാവിന്റെ രക്ഷയാക്കും. പ്രിയ സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോൾ ഇതൊക്കെ ലഭിക്കുന്നതല്ലേ? ഇതിനുവേണ്ടി നിങ്ങൾ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതിനകത്ത് 8 മനോഭാവങ്ങൾ അടങ്ങിയ പ്രാർത്ഥനയും. എല്ലാവരും പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്താ മനോഭാവം? കുഞ്ഞിന്റെ മനോഭാവം. ഞാനൊരു കുഞ്ഞാകണം. കുഞ്ഞിന്റെ മനോഭാവം എന്താ? കുഞ്ഞിന് ഉത്കണ്ഠയില്ല. ഉത്കണ്ഠയില്ലാത്തവർ മാത്രം ഒന്ന് കൈകൊടുക്കും. രണ്ടോന്ന് കൈകൊടുക്കും. ഉത്കണ്ഠയില്ലാത്തവർ ആകുലത. ആകുലത എന്ന് പറഞ്ഞാൽ എന്താ? ആകുലത എന്ന വാക്കില്ലാത്തവരാണ്. ആകുമോ, 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 ശരിയാകുമോ, ശരിയാകുമോ, ജയിക്കുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു എന്താ കേട്ടോ? എന്താ കേട്ടത്? സ്വർഗസ്ഥനായ പിതാവിനുള്ള പ്രാർത്ഥനയ്ക്ക് 8 മനോഭാവമാണ്. അതിൽ ഒന്നാമത്തെ മനോഭാവം കുഞ്ഞിനെ ആകുലതയുണ്ടോ? അവൻ അപ്പനെ അമ്മയാണ് ആശ്രയിക്കുന്നത്. 2 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് പറയാം, മോനെ ക്യാൻസർ, മോനെ 2 കോടി കടബാധ്യതയുണ്ട്. നിങ്ങൾ കുഞ്ഞായിട്ടാണോ പിതാവിനെ വിളിക്കുന്നത്? ഫ്രാൻസിസ് അസിസി രാവിലെ എഴുന്നേറ്റ് പോയി 8 മണിക്കൂറായിട്ട് തിരിച്ചു വരുന്നില്ല. അസിസി വരാതെ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ 8 മണിക്കൂറായിട്ട് ഇങ്ങനെ കരം തിരിച്ചിരിക്കുക. ഒരു ശിഷ്യൻ ചെന്ന് വിശന്നിട്ട് വയ്യാതെ ചെന്ന് വിളിച്ച് അസിസിയെ വിളിച്ചു. അപ്പോൾ അസിസി പറഞ്ഞു, മോനെ ഞാനിപ്പോൾ മാത്രമേ സ്വർഗസ്ഥനായ പിതാവ് ആയുള്ളൂ. ഇപ്പോഴാണ് 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആരായത്? ഒരു കുഞ്ഞായത്. കുഞ്ഞായത് അങ്ങയുടെ നാമം പൂജിതമാകണം, എന്റെ ജീവിതത്തിൽ കൂടി പരിശുദ്ധമാകണം, എന്നെ കാണുമ്പോൾ പറയണം ഇവനെ കണ്ടുപിടിക്കും. ഈ വ്യക്തിയെ കണ്ടുപിടിക്കും, അവനെ കണ്ടുപിടിക്കും. എന്റെ ജീവിതമാണ് മറ്റുള്ളവരുടെ ജീവിതമാണ് എന്റെ സന്ദേശം. ഈ ലോകത്തിന്റെ ഉള്ളിലാണ് സന്ദേശം. മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഒരു ക്രൈസ്തവനെ നോക്കിക്കൊണ്ട് പറയണം ഇവന്റെ ജീവിതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമയത്തെ ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, സ്വർഗ്ഗസ്ഥനായ പിതാവിനുള്ള പ്രാർത്ഥനയുടെ 8 മനോഭാവം എടുക്കുന്ന സമയമില്ല. ഒത്തിരി സമയമില്ല. ഹല്ലേലൂയ. അങ്ങയുടെ രാജ്യം വരണമെന്ന് എല്ലാവരും പറഞ്ഞു. എന്റെ അർത്ഥം രാജാവിന്റെ രാജ്യം വിസ്തൃതമാക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തമ പടയാളിയുടെ മനോഭാവം. ഈ രാജാവിന്റെ രാജ്യം അതിന്റെ അർത്ഥം എന്നാ? അങ്ങേക്ക് വേണ്ടി ഞാൻ രക്തസാക്ഷിയാകാം. അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനം 21:10 പെട്ടെന്ന് കേൾക്കുന്നത്. അങ്ങനെ ഈ പ്രബോധനത്തിലേക്ക് വരാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഗാബോസ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ, അഗാബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ യൂദയായിൽ നിന്ന് അവിടെ എത്തി. യൂദയായിൽ
കേട്ടിട്ടുണ്ടോ? നമ്മുടെ കത്തോലിക്ക സഭയിൽ പണ്ടൊക്കെ പഴയ അച്ഛന്മാരിങ്ങനെ യഹൂദന്മാർക്ക് ഒരു അരപ്പട്ട്, ഈ അരപ്പട്ടയ്ക്ക് 12 അടി നീളം, 12 അടി കുറഞ്ഞു. ഈ അരപ്പട്ട കെട്ടാതെ യഹൂദന്മാർ അവരുടെ ഒരു അരക്കെട്ടുണ്ട്. അപ്പൊ ഈ പൗലോസ്ലീഹ ഈ അരപ്പട്ട മേശപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗാമോസ് എന്ന് പറഞ്ഞൊരു പുരോഹിതൻ, ഒരു വ്യക്തി അവിടെ പ്രവാചകൻ പൗലോസിന്റെ അരപ്പട്ട പൗലോസിന്റെ അരപ്പട്ട അതുകൊണ്ട് സ്വന്തം കൈകാര്യങ്ങൾ കെട്ടിക്കൊണ്ട് ഇപ്രകാരം പ്രസ്താവിച്ചു. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ജെറുസലേമിൽ വെച്ച് ആ യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനായ പൗലോസിനെ ഇതുപോലെ ബന്ധിക്കും, വിജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. സിസ്റ്ററിനോട് പറയാം, സിസ്റ്റർ നമ്മള് ഇവിടെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ കുറെ ദൈവവിരോധികളായ വ്യക്തികൾ സിസ്റ്ററിനെ പിടിച്ചു കിട്ടി ആക്രമിക്കുന്നു, മുന്നേറി വരുന്നു. സിസ്റ്റർ പോവും, നിങ്ങൾ പോവും, ഒരിക്കലും പോയില്ല. പിന്നെ പറയാ സ്വന്തം അങ്ങയുടെ രാജ്യം. അപ്പൊ അരപ്പട്ടയുടെ അവസ്ഥയോട് പറഞ്ഞു, ഇതുപോലെ ബന്ധിക്കുകയും വിജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ പൗലോസിന്റെ കൂടെ പൗലോസിന്റെ പ്രസംഗം കേൾക്കാൻ 10,000-കണക്കിന് ആളുകളുണ്ട്. ഇവരെല്ലാം ഇത് കേട്ടപ്പോൾ എന്ത് പറഞ്ഞു? ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും പൗലോസിനോട് പറഞ്ഞു, ജെറുസലേമിലേക്ക് നിർബന്ധത്തിന് വഴങ്ങി. എങ്കിൽ പൗലോസ് പറഞ്ഞു, അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്ന് പറയുന്നതിന്റെ പേരാണ് സുവിശേഷം. അങ്ങയുടെ രാജ്യം വരുന്നു. ബന്ധനം മാത്രമല്ല, മരിക്കാൻ പോകുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? എന്താ കേൾക്കാത്തത്? തയ്യാറുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ പറയാൻ അതുകൊണ്ട് 4 കാര്യങ്ങൾ. ഒന്ന്, പ്രബോധനം. എന്താണ് പ്രബോധനം? ദൈവത്തെ കുറിച്ചുള്ള ആഴമായ അറിവ്. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ തളർക്കാൻ ഒരു ശക്തിക്ക് ഈ അറിവ് നേടിയത്. അതാണ് ഈ വചനഭാഷത്തിന്റെ ലക്ഷ്യം. ഈ അറിവ് നേടിയത് പ്രബോധനം. 2, കൂട്ടായ്മ. ഉണ്ടോ? ഈ ശിഷ്യന്മാരോട് പ്രബോധനം പറഞ്ഞു, ഞങ്ങളോടൊത്ത് വസിക്കുന്നു. ഞങ്ങളോടൊത്ത് ജർമ്മൻകാരുടെ ഇപ്പോഴത്തെ എപ്പോഴും സന്ധ്യാസമയം ജർമ്മൻ കത്തോലിക്ക എപ്പോഴും പ്രാർത്ഥിക്കും, സന്ധ്യയായി ഈശോയെ ഞങ്ങളോടൊത്ത് വസിക്കണേ എന്ന് പറഞ്ഞിട്ട് കുടുംബനാഥൻ ആരാധിക്കും. ഞങ്ങളോടൊത്ത് വസിക്കണേ എന്ന് പറഞ്ഞിട്ട് കുടുംബനാഥൻ ഞങ്ങളോടൊത്ത് വസിക്കും. ഞങ്ങളോടൊത്ത് സന്ധ്യയാകുന്നു, ഇരുട്ടാകുന്നു, ഞങ്ങളോടൊത്ത് വസിക്കണം. നീ ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒക്കില്ല. അപ്പൊ കൂട്ടായ്മയിൽ ദൈവമുണ്ട്. അവിടെ കൂട്ടായ്മയിലാണ് അപ്പം മുറിക്കൽ. അവിടെയാണ് വിശുദ്ധ കുർബാന. കൂട്ടായ്മയിലാണ് അപ്പം മുറിക്കൽ. അവിടെ ആ വിശുദ്ധ കുർബാനയിൽ അനുരഞ്ജനമുണ്ട്. ആർക്കും ആരോട് കണക്കില്ല, ഒരുക്കില്ല, അസൂയയില്ല. അസൂയ സ്വാർത്ഥതയില്ലാതെ ഈ വിശുദ്ധ കുർബാന ശേഷം നിങ്ങൾ രോഗികളാകത്തില്ല. പലരും ഇന്ന് രോഗികളായിരിക്കും. എന്തുകൊണ്ടാണ്? എന്താ? വീണ്ടും കുമ്പസാരക്കൂടെ എന്ന് പറഞ്ഞാൽ വീണ്ടും പാവം ചെയ്യേണ്ടതാണ്. കുമ്പസാരക്കൂട് പരിശുദ്ധനാകാനുള്ള കൂടാണ്. നീ വിശുദ്ധനാകാനുള്ള കൂടിന്റെ പേരാണ് കുമ്പസാരക്കൂട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവം ചെയ്യുന്ന ലൈസൻസ് അല്ല പ്രിയരേ. ഹല്ലേലൂയ. അപ്പൊ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ. അപ്പൊ കൂട്ടായ്മയിലാണ് അപ്പം. അതാണ് അപ്പം മുറിച്ചപ്പോഴാണ് ആരെ കണ്ടത്? അപ്പം മുറിച്ചപ്പോൾ അത് കർത്താവാണെന്ന് കണ്ടു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ഒന്ന് വിശ്വസിക്കേണ്ട രഹസ്യമാണ്. 3 മണിക്കൂർ ക്ലാസ് എടുക്കാൻ സമയം ഇല്ല. 2, ആഘോഷിക്കേണ്ട
തിരുനാളുകളൊന്നുമല്ല. അമലോത്സവ തിരുനാളല്ല, ഗീവർഗീസ് സഹോദരന്റെ തിരുനാളല്ല. അവർക്ക് ആഘോഷം ചെറിയ ആഘോഷം, ഇടവകയുടെ ആഘോഷം വിശുദ്ധ കുർബാന. അനുദിന ജീവിതത്തിന്റെ കുർബാനയാണ് ആഘോഷം. ആഘോഷത്തിന് 27 കൂട്ടം കാര്യമാണ്. 2 കൂട്ടി മാറ്റി വന്നിരിക്കും. ഒന്ന് ഒരുക്കം വേണം, ഒരുമ വേണം. നാളെ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴേ ആ ടെലിവിഷൻ ചാനലൊക്കെ ഓഫാക്കണം. അല്ലാതെ കുറെ വാർത്താചാനൽ കേട്ട് മറ്റുള്ളവരുടെ കുറെ സംസാരവും കേട്ട് കുറെ കൂതറ സംസാരങ്ങളും കുറെ പിതാക്കന്മാരെയും അച്ഛന്മാരെയും കുറ്റം പറയുന്ന യൂട്യൂബ് ചാനൽ കേട്ടിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് വരും. ഒരുക്കം വേണം. പ്രഭാഷകൻ 2:17 കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം ഒരുക്കി വെക്കണം. ഇവിടെ ഈശോ വസിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ വേണം. ഹല്ലേലൂയ. ഒരുക്കം വേണം, ഒരുമ വേണം. ഒരുക്കം വേണം, ഒരുക്കം വേണം. ശബ്ദമുയർത്തി പാടുവിൻ സർവ്വരും ഒന്നായി. അപ്പൊ ശബ്ദം ഉയർത്തി പാടുക, സർവ്വരും ഒന്നാകും. ഇവിടെ ഒന്നായി. അപ്പോൾ ഒന്ന് കേട്ടെ, പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. 4ാമത് പ്രാർത്ഥന. ഈ 4 പീരീഡ്സ് ഇതൊക്കെ സമയം എടുക്കുന്നത്. അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് വരിക. ഇത് ആരാണ് വചനം പറഞ്ഞത്? യോഹന്നാൻ 17:8 വചനം ആകെ. ആരാണ് വചനം തന്നത്? ചോദ്യം, ഉത്തരം. എന്തെന്നാ അങ്ങ് എനിക്ക് നൽകിയ വചനം. ഈശോയെ പറയാണ്, പിതാവേ അങ്ങ് എനിക്ക് നൽകിയ വചനം, എനിക്ക് നൽകിയ ആദിയിലെ വചനം ഞാൻ അവർക്ക് നൽകി. ഞാൻ അവർക്കെന്ന് പറഞ്ഞ ഇപ്പൊ അവർക്കാര് ഇവിടെ ഇരിക്കുന്ന എന്നിട്ട് പറയാണ് അവർ അത് സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നു സത്യമായി അറിയുകയും. അവരറിഞ്ഞു. ദൈവവചനം അറിഞ്ഞവരുടെ പേരാണ് വിശ്വാസി. എന്താണ് വിശ്വാസിയെ ഇംഗ്ലീഷിലേക്ക് ആയിരിക്കും? ഫെയ്ത്തിനകത്ത് എന്താണ്? ഇനി അടുത്ത ചോദ്യം, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് കണ്ണാടി സൗദിയുടെ പേര് ബിന്ദു, ബിനു. അപ്പൊ ബിനു ഫെയ്ത്തിനകത്ത് എന്താണ്? ഫെയ്ത്തിനകത്ത് ഫ്രൂട്ടുണ്ട്. നിനക്ക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഫെയ്ത്ത്. നീ ഫ്രൂട്ട് ഉള്ളവനാണ്. ആത്മാവിൻ ഫലങ്ങൾ എന്നിൽ ചൊരിഞ്ഞ് ദൈവസ്വരൂപനാക്കണമേ, എന്നെ സ്നേഹസ്വരൂപനാക്കണമേ. സ്നേഹം, ശാന്തി, ആനന്ദത്താൽ നന്മയാൽ നിറയ്ക്കണമേ. വിശ്വസ്തതയും സൗമ്യതയും ആത്മസമയവും ഏകിയെങ്കിൽ ബുദ്ധിചൈതന്യം ചൊരിയണമേ. ആത്മാവിന്റെ ഫലം സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, നന്മ. ക്ഷമയുണ്ടോ? സ്നേഹമുണ്ടോ? സ്നേഹത്തിന് 11 ഗുണങ്ങളും 5 ഭാവങ്ങളാണ്. സ്നേഹത്തിന്റെ 11 ഗുണങ്ങൾ നിനക്കറിയാം. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹത്തിന് അസൂയയില്ല, സ്നേഹത്തിന് സ്വാർത്ഥതയില്ല. സ്വാർത്ഥതയില്ലാത്തവർ മാത്രമേ കൈകൊണ്ടിരിക്കുന്നില്ല. 375 വർഷം സഭയിൽ അങ്ങനെയായിരുന്നു. സ്വാർത്ഥതയില്ലായിരുന്നു. വിശ്വാസികളുടെ സമൂഹം, ഒരു ഹൃദയവും. അതുകൊണ്ടാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ ആദിമ സഭയിൽ പോലെയാകണം. എന്നാ കർത്താവ് വരുന്നത് പറയാം. 2024 കടന്നു പോകാൻ ഇനി 10-29 ദിവസം കൂടി ഉള്ളുവെങ്കിലും ഇത് കടന്നു പോകുന്ന വലിയൊരു അനർത്ഥത്തിൽ കൂടിയായിരിക്കും, ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പല ദുരന്തങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നീ മനസ്സിലാക്കണം, അവന്റെ വരവ് അടുത്തെത്തിയിരിക്കും. ദൈവജനമേ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവജനമേ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? അവസാന കാലം ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു സഖറിയ. 12 സഖറിയ 13 അവർ പെട്ടെന്ന് അവസാന കാലം സംഭവിക്കുന്നു. പെട്ടെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദേശവാസികൾ 3-2 ഭാഗം നശിപ്പിക്കപ്പെടും. അപ്പൊ 300 കോടി ജനങ്ങളുണ്ടെങ്കിൽ എത്ര കോടി ജനം പോകും? 200 കോടി ജനം പോകാം.
100 കോടി ജനം, 600 കോടി ജനം ഉണ്ടെങ്കിൽ 200 കോടി ഉള്ളൂ. 2 ഭാഗം പോക്കാം. മൂന്നിൽ ഒരു ഭാഗം ശേഷിക്കും. 1 ആകാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ മൂന്നിൽ ഒരു ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും. സ്വർണ്ണം എന്ന പോലെ മാറ്റി പരിശോധിക്കും. അവർ എന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അവർക്ക് ഉത്തരം അരുളും. അവർ എന്റെ ജനമെന്ന് ഞാൻ പറയും. കർത്താവിന്റെ ദൈവമെന്ന് അവർ പറയും. അവസാന കാലം അത്തി തടുക്കും, ഇസ്രായേൽ ശക്തിപ്പെടും. യൂദൻ അവനെ നശിപ്പിക്കില്ല. അവൻ നശിക്കാനുള്ള കാര്യം, അവൻ 2 കാര്യങ്ങൾ. ഒന്ന്, മഹാപുരോഹിതൻ ചെയ്തു. മഹാപുരോഹിതൻ ഒരിക്കലും വസ്ത്രം കീറുന്ന ലേഖന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എടുക്കണ്ട. അവൻ വസ്ത്രം കീറി. അപ്പൊ ഈശോ പറഞ്ഞു, നീ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്ന നീ കാണുകടാ എന്ന് പറഞ്ഞു. 2, പീലാത്തോസ് കൈയേറിയപ്പോൾ ഈ യഹൂദജനം പറഞ്ഞു, അവരുടെ രക്തം ഞങ്ങളുടെ മേൽ പതിക്കട്ടെ. അങ്ങനെ 1932 വർഷം ലോകത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്ന ജനമായി മാറിയപ്പോൾ പ്രിയ സഹോദരങ്ങളെ, പുതിയ ഇസ്രായേൽ ബ്രിട്ടൻ അവർക്ക് സ്ഥലം മേടിച്ചു കൊടുത്തു. പുതിയ ഇസ്രായേൽ ആയ നമ്മൾ അവരെ സംരക്ഷിച്ചു. കാരണം ഇത് ദൈവജനമാണെന്ന് നമുക്കറിയാം. ഇനി വരേണ്ടത് അവിടെ. അപ്പോൾ ദൈവജനം ഈ യേശുക്രിസ്തു വരാൻ ഒന്നാമത് ചെയ്യണം. ഈ യൂദൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അന്ന് ക്രൂശിച്ചത് സാക്ഷാൽ യേശുക്രിസ്തുവിനെയാണെന്ന് പറഞ്ഞു. എവിടെ പറയുന്നു? സക്രിയ 12:8. സക്രിയ 12:12 12:14 അയച്ചു. 12:14 അയച്ചു. ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. ഈ യുദ്ധത്തിന്റെ അവസാനം എന്താണെന്നറിയാമോ? അണുബോംബുകളൊക്കെ വർഷിക്കപ്പെടും. അവസാനം റഷ്യനെ വളയും. നിക്കിക്കണ്ണീര് വരുമ്പോൾ യേശുവേ രക്ഷകനെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരും. അല്ലാതെ ഇസ്രായേൽ തന്നെ ജയിക്കത്തില്ല. അവൻ നിലവിളിക്കുമ്പോൾ കർത്താവ് അവരെ രക്ഷിക്കും. അതാണ് ലോകത്തിന്റെ അവസ്ഥ. 2ാമത് സഹോദരൻ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? കാലഘട്ടത്തിൽ അപ്പൊ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സമയമില്ല. അതൊക്കെ 5 ദിവസത്തെ ധ്യാനത്തിൽ പറയാം. അപ്പൊ ഇത് ശ്രദ്ധിച്ച് അപ്പോൾ ദൈവത്തിന്റെ വചനം എന്തിനു വന്നു? വിശ്വാസിക്ക് എന്തുണ്ട്? ഒരു കൂട്ടുണ്ട്. എന്തുണ്ട്? ഞാൻ വിശ്വാസിയാണെങ്കിൽ ഞാൻ ഫലമുള്ള, അതാണ് കത്തോലിക്ക സഭ ഫലമുള്ളവനായി തീരുന്നു. പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ളൂ, പക്ഷെ അതിനകത്ത് കൂട്ടില്ല. നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല. കത്തോലിക്ക നമ്മുടെ പ്രവൃത്തി സർവ മതങ്ങളെ വിളിച്ചിട്ട് മാർപ്പാപ്പ വന്ന് അവരെ ആശീർവദിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇവരെ ദൈവത്തിനെ കടുക്കാൻ വേണ്ടി ആശീർവദിച്ചു. ഹല്ലേലൂയ. എല്ലാവരും മറ്റേ വേറെ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമേറ്റി ഹല്ലേലൂയ. സ്വരമേറ്റി ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ദൈവത്തിന്റെ വിശ്വാസത്തിന് എന്തായിരിക്കണം? ഒരു ഫെയ്ത്തിനകത്ത് എന്തായിരിക്കണം? അപ്പൊ ഫലദായകമായിരിക്കും. ഒരു മാവ് സിസ്റ്ററിന്റെ അവിടെ മാവ്, അപ്പൊ അവിടെ കിഴിച്ചമായിരിക്കട്ടെ, അവിടെ 200 മാമ്പഴം കിട്ടുന്നിരിക്കട്ടെ. ഈ മാമ്പഴം, ഈ പഴം ഫലമായി നമ്മളത് കൂടിക്കുന്ന പോലെ ഈ മാമ്പഴം ഏതെങ്കിലും കഴിച്ചു. അതുപോലെ വിശ്വാസം. നിങ്ങൾ കൂടി എന്നവർക്ക് ഫലം ഉണ്ടാകും. നിങ്ങൾ കൂടി അനേകരെ പോഷിപ്പിക്കും. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസ ജീവിതം. യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കത്ര. അത് ഞാൻ പറഞ്ഞു. ശിഷ്യനായ എന്നെയും നിന്നെ പോലെ ആക്കണം മുഴുവൻ. ഞാൻ യേശുവിനെ പോലെ ആകണം. ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. ബെന്നി സുവിശേഷം കേട്ടിട്ടുണ്ടോ?
ലക്ഷങ്ങളോട് ബെന്നിഹൻ നൈജീരിയയിൽ 6 വർഷത്തെ സുവിശേഷം പ്രസംഗിക്കാനുണ്ട്. അപ്പൊ നൈജീരിയയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് സൂട്ട്കേസ് പിടിച്ചുകൊണ്ട് വരിക. അപ്പൊ അതിന് പിന്നിൽ ഒരു സംഭവമുണ്ട്. പ്ലാറ്റ്ഫോമിനടുത്ത് ഒരു ആദിവാസി, ഒരു നാടോടി കുടുംബം, ക്രിസ്ത്യാനികൾ, അവരുടെ അപ്പം മരിച്ചു. റെയിൽവേ സ്റ്റേഷനടുത്ത് താമസിക്കുന്ന കുടുംബത്തിൽ 10 വയസ്സിലെ കൊച്ചു, 3 വയസ്സിലെ കൊച്ചു. ഈ അമ്മ ഓറഞ്ച് വിറ്റാണ് ഈ കുടുംബം പോറ്റുന്നത്. അപ്പോൾ ഒരു ദിവസം ഓറഞ്ച് വിറ്റിട്ട് ട്രെയിൻ വരുമ്പോൾ ഓറഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം 18ഓളം ഓറഞ്ച് വിളിച്ചു. ഈ അമ്മയ്ക്ക് കരി പിടിച്ചു. കരി ഈ 10 വയസ്സുള്ള കൊച്ചു പറഞ്ഞു, മമ്മി ഞാൻ കൊണ്ടുവന്ന് ഓറഞ്ച് വിളിച്ചു, 18 ഓറഞ്ച് കൊടുത്തു, പെട്ടെന്ന് വിജയിച്ചു, എന്നാൽ പോയിക്കോളാം. അപ്പോൾ ട്രെയിൻ വരുന്ന ട്രെയിനിന്റെ ശബ്ദം കേട്ടു. ഈ കൊച്ചുകൂടി ആ പ്ലാറ്റ്ഫോമിന്റെ അടുപ്പിച്ചു. അവിടെ കയറി. അപ്പോഴത്തേക്ക് ട്രെയിനെ കയറാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, പ്രിൻസിപ്പൽ പ്രായ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ കൂടെ നോക്കി. അവൻ ശ്രദ്ധിക്കാതെ കൂടെ ഓറഞ്ച് ഓടി പലരെ ചവിട്ടി കുറെ നേരം ട്രാക്ക് ചെയ്തു. 18 ഓറഞ്ച് കൊച്ചു വീട്ടിൽ കഴിയും. അപ്പൊ സൂട്ട്കേസ് പിടിച്ചോണ്ട് പിന്നെ അദ്ദേഹത്തിന് ട്രെയിനിൽ പോകണം. അതിനാണ് ട്രെയിനിൽ പോകാറ്. ട്രെയിൻ പോകട്ടെ എന്ന് വിചാരിച്ചു ഈ കുഞ്ഞിന് വേണ്ടി മോളെ ഓറഞ്ച് എത്ര കൊടുക്കണം, മോള് കരയണ്ട, കാഴ്ച കൊടുത്ത് ഞാനില്ല 18 ഓറഞ്ചല്ലേ പോയി. അങ്ങനെ ഇരട്ടി പൈസ കൊടുത്തു. സന്തോഷം തിരിച്ച് അങ്ങനെ കാണും. പിന്നെ 2 ചോദ്യം വെച്ചപ്പോൾ ഈ കുഞ്ഞിനെ കയറ്റി പിടിച്ചിട്ട് പറഞ്ഞു, അങ്കിൾ എനിക്ക് അന്ന് ഈശോയാണ്. എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? എൻ്റെ മമ്മി പറയുന്നു, പ്രാർത്ഥന കഴിയുമ്പോൾ പറയുന്നു, ഈശോ മോടെ കണ്ണീര് തുടച്ചു, ആശ്വസിപ്പിച്ചു. അപ്പൊ ഇപ്പൊ കണ്ണീര് തുടച്ചത് ആശ്വസിപ്പിച്ചു ഈശോ ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഈശോയുടെ ശുശ്രൂഷകനാണ്. 1 മണിക്കൂർ വൈകി അവിടെ ചെല്ലുമ്പോൾ 2 ലക്ഷം ജനമുണ്ട്. അവർ പോയിട്ട് ബെന്നിഹിനെ കാണാൻ. ബെന്നിഹി ഇത് പറഞ്ഞോണ്ടാ തുടങ്ങിയത്. ഇത് തുടങ്ങി ഇപ്പൊ പറഞ്ഞു എന്തെന്നില്ലാത്തൊരു അഭിഷേകം ഫീൽ ചെയ്യുന്നു. 10 പ്രവാദികളോട് ഒരുമിച്ചിരിക്കുന്നു. ഈ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് ആ ട്രെയിൻ 1 മണിക്കൂർ ലേറ്റായി പട്ടണത്തിൽ പോയപ്പോൾ ദൈവം ഇവന്റെ ശുശ്രൂഷയെ മാനിച്ചു. ദൈവം ഇവന്റെ ശുശ്രൂഷയെ മാനിച്ചു. ഇതിന്റെ പേരാണ് ഫ്രൂട്ട്. അപ്പോൾ യോഹന്നാൻ 17:8 യോഹന്നാൻ 17:14 എന്താ പറയുന്നത്? അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു, അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു, എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. ലോകം അവരെ ദ്വേഷിച്ചു. ഈ ലോകം സെൻട്രൽ ഗവൺമെന്റ് ജോലിയായിരുന്നു, രാജിവെച്ചു. ഈ ജോലി മേടിച്ചു തന്നത് ബസോലിയസ് പിതാവിന്റെ അനിയൻ ജോണോത്തൻ. ഗവൺമെന്റ് സർവീസിലെ ജോലി രാജിവെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിന്റെ വട്ടാണ്. അല്ലെ ഇന്ന് വട്ടായെന്ന് പറഞ്ഞവര് പറയുക നേരത്തെ ചെയ്തതായിരുന്നു. നിത്യേന പിതാവായിരിക്കുമ്പോൾ അപ്പൻ സോമസുന്ദരന്റെ ജനനായകനായിട്ടിരിക്കുമ്പോൾ അപ്പൻ പറഞ്ഞു, എന്റെ മകനെ 10ാം ക്ലാസ്സിലെ ആയിട്ടുള്ളവൻ നിരീശ്വരവാദിയാണ്. 10ാം ക്ലാസ്സിൽ പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. പ്രാക്ടിക്കൽ ക്ലാസ് DYFI കേരളത്തിൽ രൂപപ്പെട്ടപ്പോൾ, ഇന്ത്യയിൽ രൂപപ്പെട്ടപ്പോൾ, പഞ്ചാബിൽ രൂപപ്പെട്ടപ്പോൾ DYFIക്ക് വേണ്ടി മുദ്രാവാക്യം എഴുതി കൊടുക്കാൻ അന്ന് കേന്ദ്ര കമ്മിറ്റി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടു. 10-17 പേര് എഴുതി കൊടുത്തിട്ടൊന്ന് സ്വീകരിച്ചു. ഞാൻ എഴുതി കൊടുത്ത മുദ്രാവാക്യം സ്വീകരിച്ചു. വഞ്ചന വഞ്ചന ബുദ്ധിക്കൊയ്യും പഞ്ചാബിന്റെ വടിത്തട്ട് അവിടെ ഇളർന്നു, അവിടെ വളർന്നു DYFI സിദ്ധാന്തം. ഒരു അവസാന ഞായറാഴ്ച ട്രെയിൻ തടയാൻ പോകും. യാഥാസ്ഥിക കത്തോലിക്കലായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ പത്തിട്ടപ്പുഴയിലെ വലിയ അപ്പനൊക്കെ എല്ലാവരും പള്ളിയുമായിട്ട് അടുത്ത് നിൽക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ നിരീശ്വരം. അന്ന് ഡിഗ്രിക്ക് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം വേണാട് എക്സ്പ്രസ് തടയാൻ പോകും. ഞാൻ എഴുതി കൊടുത്ത മുദ്രാവാക്യമാണ് കേരളത്തിലെ എല്ലാ DYFIക്കാരും പറയുന്നത്. അന്ന് രാജീവ് ഗാന്ധിയാണ്, രാഹുൽ ഗാന്ധിയുടെ അപ്പനാണ് എഴുതുന്നത്. അപ്പൊ എന്താ മുദ്രാവാക്യം? 4 പതിറ്റാണ്ടായില്ലേ നിങ്ങളുടെ തെരുവീതികളിൽ തൊഴിലില്ലാതെ നിർത്തുന്നു. പദ്ധതി വലത് കഴിഞ്ഞില്ലേ, പദ്ധതി വിഹിതം തരാതിരിക്കാൻ രാജീവായ രാജാവ്. ഞാൻ ട്രെയിൻ തടഞ്ഞ ട്രെയിനിൽ ദൈവമിനെ ദിവ്യയിൽ തടഞ്ഞ ട്രെയിനിൽ 30-31 വർഷങ്ങൾക്ക് മുമ്പ് ദിവ്യയിൽ കൊണ്ടുപോയി. സുരേന്ദ്രൻ എന്ന പേര് ഞാൻ കൂടി
ഇരിക്കുന്നത് കൊണ്ട് ഇനിയാക്കും പാർട്ടിക്കാരനാണെങ്കിൽ എപ്പോഴും സൂട്ടിൽ അന്ന് നടക്കും. എനിക്ക് ഡ്രസ്സൊക്കെ അപ്പോൾ ഈ കമ്പോളം എപ്പോഴും നല്ല രീതിയിൽ അന്ന് നടക്കും. അതുകൊണ്ട് ഈ എഴുതുന്നവർ പറഞ്ഞു ഇന്നൊരു മുസ്ലിമെ ഇവിടെ വന്നിട്ടു. ഹല്ലേലൂയ. ഇന്നൊരു മുസ്ലിമെ വന്നിട്ടു. അങ്ങനെ ധ്യാനത്തിന് ഒരു ചലഞ്ചുണ്ട്. ഒരു ക്യാൻസർ രോഗിയെ രാഘവനെ സൗഖ്യപ്പെടുത്തുകയാണ്. അവൻ ബോധമില്ലാതെ കിടക്കുക. 2-ാം ദിവസം അവൻ സൗഖ്യപ്പെടുന്നത് എൻ്റെ കൺമുമ്പിൽ കണ്ടു. 3-ാം ദിവസം എൻ്റെ ഹൃദയത്തിൽ മാറ്റങ്ങൾ വന്നു. മരിക്കരച്ച പാവത്തിന്റെ ക്ലാസ് എടുത്തു. മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനിമേൽ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. കുനിഞ്ഞ് ഒരു മുട്ടുസുഖി എടുക്കാൻ കഴിയാത്ത നടുവിന്റെ വേദന. ഒരിക്കലും ഇത് രോഗഭേദപ്പെടുത്തുന്ന വൈദ്യശാസ്ത്രം എഴുതി തള്ളിയവൻ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ പാവിയാണ് പാവിയാണ് എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാണുകയാണ് ആരാധനയുടെ സമയത്ത് ഇത് വിളിച്ചു പറയുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ ഇറങ്ങി വരുന്നു. അപ്പോൾ മലകരച്ചൻ വിളിച്ചു പറയുകയാണ്, വർഗീസ് മാവേലിക്ക് കർത്താവ് കൊടുക്കുന്നു. 31 വർഷത്തിന് മുമ്പ് മലകരച്ചൻ വിളിച്ചു പറഞ്ഞ ആ സാക്ഷി ഒറ്റ ധ്യാനമേ കൂടിയുള്ളൂ. അന്ന് തൊട്ട് വചനം പ്രചോദിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു പള്ളി മലകര പള്ളിയിൽ ശിശുഷിച്ച് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് ഞാൻ പിതാവിന്റെ കൈ പിടിച്ചു പറഞ്ഞു, പിതാവ് അങ്ങ് കാരണമാണ് ഞാനിങ്ങനെ അങ്ങൊരിക്കൽ വീട്ടിൽ 32 വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവിന്റെ പാട്ടിൽ വന്നു. പിതാവിന്റെ കൈ മാർപ്പാപ്പ കൊടുത്തൊരു കൊന്തൊക്കെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ സഭയ്ക്ക് ഒരു അനുഗ്രഹമാകാൻ അധിക സമയമൊന്നും വേണ്ട. ഞാൻ പട്ടത്തിൽ ചെല്ലുമ്പോൾ മാർഗാനുസ്പിതാവിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞ വിസുവിസ്പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ. ഇന്ന് തിരുവല്ലായ്ക്ക് പോകുന്ന സമയത്തും വിസുവിസ്പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ. കാരണം എന്നെ മാറ്റി പഠിച്ചതാണ്. അതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ കണ്ട ദൈവത്തെയാണ് പറയുന്നത്, ഞാൻ അനുഭവിച്ച ദൈവത്തെയാണ് പറയുന്നത്. ബസ്സിനകത്തൊക്കെ 17 മണിക്കൂർ ഒരേ നിപ്പിൽ നിന്ന് വചനം പറയുന്നുണ്ടല്ലോ. 4 ദിവസത്തെ യാത്രയാണ്. പല പ്രദേശത്ത് ചോദിക്കും, എങ്ങനെ ഇത് പറയാൻ പറ്റുമോ? ഞാൻ അനുഭവിച്ച ദൈവം, ഞാൻ തൊട്ട ദൈവം. മണിക്കൂറോളം വചനം പറഞ്ഞാലും വചനം ശിഷ്യസിക്കാൻ ഞാൻ വെള്ളം പോലും കുടിക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്റെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ. 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 പ്രിയ സഹോദരാ, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു വളരണം. അവൻ വളരണം, ഞാൻ കുറയണം. ഇന്നിലെ ഞാൻ ഇല്ലാതാവണം, ക്രിസ്തു എന്നിൽ വളരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനാണ് നീ പെട്ടെന്ന് പറയുകയാണ്, എന്തിനാണ് ഈ വചനം തന്നത്? അപ്പൊ വചനം ലോകം അവരെ ദേഷിക്കും. നമ്മുടെ വായിച്ചത് യോഹന്നാൻ 17 അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ജനങ്ങൾക്കൊക്കെ വളരെ സ്വന്തം മനുഷ്യൻ ജനങ്ങൾക്കൊക്കെ വളരെ അല്പസമയം ജീവിച്ചിരുന്നപ്പോഴേ അല്പസമയം പുച്ഛമായിരുന്നു. ചലം നിറഞ്ഞ പായ മരിച്ചെന്ന് പറഞ്ഞ സിസ്റ്റർ മരിച്ചത് ഒരു ഭ്രാന്തന കൂടി നടക്കുമായിരുന്നു. അവൻ ആ പായ എടുത്തൊന്ന് കിടന്നു, അവന്റെ ഭ്രാന്താന്തനീയമായി. ലോകത്തിനെ രക്ഷിക്കും. ഇവനിക്ക് വട്ടി പിടിച്ച് നടക്കുവാണ്, വട്ടി പിടിച്ച്. അപ്പോൾ ആ ഹോസ്പിറ്റലിലെ മെയിൻ നേഴ്സ് അപ്പോൾ എത്ര രൂപയുണ്ടായിരുന്നു ശമ്പളം? മൈക്ക് കൂടെ പറയാം. 55,000 രൂപ ശമ്പളം. ആ സ്കൂലൂരി പള്ളിയിലെ മരിയൻ ധ്യാനം നടത്താനായിട്ട് ഇരുന്നത്. അപ്പൊ ഇദ്ദേഹം അവിടെ ഫ്രണ്ടിൽ ഇരിക്കും. ഞാൻ പറഞ്ഞു, അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ജോലി രാജിവെക്കണം. ഇത് 10 വർഷമായി ജോലി. അന്ന് ജോലി രാജിവെച്ചപ്പോൾ പലരും പറഞ്ഞു തുടർന്ന് വാട്ടാന്ന്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ എന്തിനു വേണ്ടി വചനം തന്നു ചോദിച്ചാൽ ഈ 17-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം പറയുക, ഞാനും പിതാവും ഒന്നായിരിക്കുന്നവർ നിങ്ങളും ഒന്നാകാൻ വേണ്ടിയാണ് വചനം തന്നത്. യോഹന്നാൻ 17:22 പെട്ടെന്ന് വായിച്ചേ. നാം ഒന്നായിരിക്കുന്നത് പോലെ അപ്പോൾ വചനത്തിൽ
ഒന്നാമെന്ന് പറഞ്ഞാൽ എന്താ ഈ ഒന്നാം 5 മിനിറ്റ് സമയമുള്ളേ? ഇനി ഒന്നാമെന്ന് പറഞ്ഞാൽ ഫിലിപ്പി 2:1-5 വരെ ഒന്നാമതാണ് ഫിലിപ്പി 2:1-5 വരെ ഫിലിപ്പി 2:1-5 വരെയുള്ള വചനം നിന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾ ഒന്നാകുന്നത്. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാന്തനമോ ഉണ്ടെങ്കിൽ, ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ കാര്യമാണോ ചിന്തിക്കുന്നത്? സഹോദര, ഒരേ കാര്യമാണോ ചിന്തിക്കുന്നത്? ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി സന്തോഷം പൂർണ്ണമാക്കുകയും. ഇനി അടുത്തത് മത്സരം. നിങ്ങൾ മത്സരിച്ച് നിങ്ങൾ വ്യർത്ഥാഭിമാനമോ മൂലം ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ അരികെ ഇങ്ങനെ കരമെന്ന് യാചന പിടിച്ചിട്ട് ഒരാളോട് പറ, താങ്കൾ എന്നേക്കാൾ വളരെ ശ്രേഷ്ഠനാണ്. അമ്മായിയമ്മയും മരുമകളുടെ ജ്ഞാനത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൈ പൊടിക്കും. മരുമകളേതാ അമ്മായിയമ്മേതാ? പെട്ടെന്ന് എഴുന്നേറ്റ് സമയം പെട്ടെന്ന് എഴുന്നേറ്റ്. ഒരു മരുമോൾ വരെ അമ്മായിയമ്മ 3 പേര് വേണ്ട. നിങ്ങൾ 2 പേര് പെട്ടെന്ന് അമ്മയുടെ പേരെന്നെ അമ്മായിയമ്മയല്ല, അമ്മ എന്നേക്കാൾ വളരെ ശ്രേഷ്ഠയാണ്. കൈ പിടിച്ചിരിക്കാം. അമ്മയുടെ വീട്ടുകാർ എന്റെ വീട്ടുകാരെ അമ്മയുടെ വീട്ടുകാർ എന്റെ വീട്ടുകാരെക്കാൾ ശ്രേഷ്ഠം. എന്റെ പേരാണ് മറ്റുള്ളവർ തങ്ങളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയുന്നതിന്റെ പേരാണ്. ഇതാണ് ഒന്നായി തീരുക. ഈ മനോഭാവത്തിലേക്ക് വരിക. 3 മിനിറ്റോടെ പറഞ്ഞ് നിർത്തുക. ഈ 3 മിനിറ്റ് പറയുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. 3 രാജാക്കന്മാരുടെ യാത്ര മെഹാബ് എന്ന് പറയുന്ന രാജ്യത്ത് യുദ്ധം ചെയ്യാൻ പോകും. അത് പറഞ്ഞു നിർത്താം. ഈ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ പോകുമ്പോഴേ ശ്രദ്ധിച്ചേ, ഇസ്രായേൽ രാജാവ് പക്ക വിഗ്രഹരാജാവ്, ദൈവത്തിൽ വിശ്വാസത്തിൽ അവൻ പോയി. അവൻ യൂദാ രാജാവായ യഹോശാഫാത്തിനെ സന്ദേശം അയച്ചു. 2 രാജാക്കന്മാർ 3 പേര് പെട്ടെന്ന് അവൻ യൂദാ രാജാവായ യഹോശാഫാത്തിന് സന്ദേശം അയച്ചു. മോവാബ് രാജാവ് എന്നെ എതിർക്കുന്നു. അവനെ യുദ്ധം ചെയ്യാൻ നീ എന്നോടൊപ്പം വരുമോ? അപ്പൊ ഈ അടുത്ത പറയുന്നതാണ് ഒന്നാകുന്നത്. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ പോലെ എന്റെ ജനം നിന്റെ ജനം എന്റെ കുതിരകൾ പോലെയുമാണ്. സഹോദരി കാരണം അപ്പൊ എന്റെ സ്കൂട്ടർ ആയിരിക്കുന്ന നിന്റെ സ്കൂട്ടർ പോലെയാണ് എനിക്കുള്ള എന്റെ കുതിരകൾ നിന്റെ കുതിരകളെ പോലെയാണ്. എന്റെ ജനം നിന്റെ ജനം പോലെ എന്റെ ജനം നിന്റെ ജനം പോലെയാണ്. കുതിരകൾ നിന്റെ കുതിരകൾ പോലെയുമാണ്. എനിക്കുള്ളത് നബിയക്കുള്ളതാണ് എന്ന് പറയുന്നതാണ് ഒന്നാവുക. ഇങ്ങനെയാണോ ഇത്? വേളാങ്കണ്ണി വരുമ്പോൾ നിങ്ങൾ 21 ക്രിസ്മസ് ഒരുക്കിയ ധ്യാനം എന്ന് പറയും. തിരുവല്ലാവഴിയാണ് പോകുന്നു. 24-ാം തീയതി അതിരാവിലെ വിളിക്കും, 5 മണിയാകുമ്പോൾ. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം സിറോമാകാരെ മലങ്കരക്കാരെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് സിറോമാകാരികാരെ പറഞ്ഞു ഞാനൊരു മലങ്കര പള്ളി പോകുന്നുണ്ട്, അവരുടെ റിസൾട്ട് അറിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കുന്നു. 156-ാമത്തെ യാത്ര 21-ാം തീയതി 17 മണിക്കൂർ വചനം മാത്രമല്ല, നിങ്ങൾക്കൊരു അഭിഷേകം ഉണ്ടാകും. 2 ധ്യാനം കൂടുന്ന അനുഭവം. റൂമൊക്കെ നമുക്ക് നല്ല സൂപ്പർ റൂം എടുത്തിട്ടിരിക്കുക. അവിടെ 21-ന് പോകുന്നു, 22-ന് പ്രഭാതത്തിൽ എത്തുന്നു. അവിടെ നമ്മൾ താമസിക്കുന്നു. കുരിശിന്റെ വഴി ജപമാലയും 4 മണിക്കൂറാണ്. ആത്മീയമായിട്ട് വളർന്നു വന്നെങ്കിലേ പ്രയോജനം. ടെലിവിഷനോ പാട്ടോ ഒന്നും പറ്റില്ല. കൈയടിച്ച് പാട്ടും ഒക്കെ ഉണ്ട്.
ഇപ്പൊ നിങ്ങൾ എഴുന്നേൽപ്പിച്ച് പാടേണ്ട സമയമൊക്കെ ആയിരുന്നു. സമയം വചനത്തിന് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്റെ കുതിരകൾ നിന്റെ കുതിരകളെ പോലെയും നിന്റെ കുതിരകൾ എന്റെ കുതിരകൾ പോലെയുമാണ്. അവൻ ചോദിച്ചു, ഏത് വഴിക്കാണ് നാം നീങ്ങേണ്ടത്? യോറാം പറഞ്ഞു, ഏതോ മരുഭൂമിയിലൂടെ. നടന്നു 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 നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വെള്ളം തീർന്നു. പെട്ടെന്ന് പറഞ്ഞു വെള്ളം വെള്ളം തീർന്നു. വെള്ളം വെള്ളം തീർന്നു. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, കഷ്ടം. കർത്താവേ, ദൈവവചനമില്ലാത്തവൻ പറയുന്ന ഒരു വാക്കാണ് കഷ്ടം. ദൈവവചനം ഉള്ളിലില്ലാത്തവൻ പറയുന്ന ഒരു വാക്കാണ്. ഇനി മേലെ കഷ്ടം എന്നൊരു വാക്ക് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ ഇടവയിൽ 35 വയസ്സിൽ കുഞ്ഞ് പെട്ടെന്ന് മരിച്ചു. ഓപ്പറേഷൻ ആയിരുന്നു. ഞാൻ വരുമ്പോഴേ നമ്മുടെ ആദ്യപത്തിൽ കൊടുക്കും. അത് കേട്ടുകൊണ്ട് വേറൊരു വ്യക്തി പറയാം കഷ്ടം. ഒരിക്കലും കഷ്ടമെന്ന് പറയും. കഷ്ടമെന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ വായിന്ന് വരുന്നത്. ദൈവമില്ലാത്തവൻ പറയുന്ന വാക്കാണ് കഷ്ടം. കഷ്ടം. കർത്താവേ, 3 രാജാക്കന്മാരെ ഏൽപ്പിച്ചു കൊടുക്കാൻ യഹോവശാത്ത് ചോദിച്ചു. കർത്താവിന്റെ ഹിതം ആരായോ? അവിടുത്തെ പ്രവാചകൻ ഇവിടെ അപ്പോൾ ഏലിയായുടെ കയ്യിൽ ശാഫാത്തിന്റെ മകനുമായ എലീശാവുണ്ട്. യഹോവശാത്ത് പറഞ്ഞു, കർത്താവിന്റെ വചനം അവനോട് കൂടെ ഉണ്ട്. കർത്താവിന്റെ വചനം താങ്കളുടെ കൂടെ ഉണ്ട്. ഈ വചനപക്ഷം നിങ്ങളെ നോക്കി പറയണം കർത്താവിന്റെ വചനം. പറയാതിരുന്ന കുഴപ്പം അതുകൊണ്ടാണ്. കർത്താവിന്റെ വചനം, കർത്താവിന്റെ വചനം, കർത്താവിന്റെ വചനം. അങ്ങനെ ഈ എലീശായുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എലീശ പറയാണ്, ഇസ്രായേൽ രാജാവിന്റെ മുഖത്ത് നോക്കി പറയാ, എന്റെ സഹായം. പ്രവാചകൻ പ്രധാനമന്ത്രി ആയാലും പ്രസിഡന്റ് ആയാലും മുഖത്ത് നോക്കി തെറ്റിന് നേരെ തെറ്റാണെന്ന് പറയുന്നവന്റെ പേരാണ് പ്രധാനമന്ത്രി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് എന്താണ്? എന്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ. എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു. ഇല്ലേ, 3 രാജാക്കന്മാരെ. അപ്പോൾ പ്രവാചകൻ ഇത് പറഞ്ഞു, യഹോശാഫാത്ത് രാജാവ് ഞാൻ സേവിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവായ യൂദാ രാജാവായ യഹോവശാത്തിനെ പ്രതി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കുക പോലും ചെയ്യില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. ഒരു ഗായകനെ എന്തിനാ പാടുന്നത് മനസ്സിലായോ? എന്തിനാ പാടുന്നത്? പാടുമ്പോഴാണ് അഭിഷേകം ഉണ്ടാകുന്നത്. ഗായകനെ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഗായകര ഒരുങ്ങി വരണം. സിനിമ പാട്ടൊന്നും പഠിക്കരുത് കേട്ടോ. ക്രിസ്ത്യ പാട്ട് മാത്രമേ പഠിക്കുക. അപ്പൊ ഗായകൻ ഒരുക്കണം, ഒരുക്കത്തോടു കൂടി വരണം. അപ്പൊ ഗായകനെ വ്യക്തമാകും. ഗായകൻ പാടിയപ്പോൾ കർത്താവിന്റെ ശക്തി അവൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ജീവിതത്തിന്റെ വളർച്ചകൾ, നിന്റെ ജീവിതത്തിന്റെ വളർച്ചകൾ, ഇവിടെ കൂടിയിരിക്കുന്ന പേരെ, നിന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ കർത്താവ് എടുത്തു മാറ്റും. വചനം കേൾക്കുമ്പോൾ ജീവിതത്തിന്റെ വളർച്ചകൾ മാറും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ വളർച്ചകൾ മാറും. ഇത് ഉൾമയാണ്. എന്നിട്ട് പറയാ, കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല. ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ കാറ്റ് മഴയൊന്നും ഈ അരിവിത്തണം ഈ നിന്റെ കാൽക്കുട്ടും ആയിരക്കണക്കിന് മൃഗങ്ങൾ കുടിക്കും. കർത്താവിന് നിസ്സാരമാണ്. ദൈവവചനം കേൾക്കുന്ന വ്യക്തികൾ പറയണം, എന്റെ വിഷയങ്ങളൊക്കെ ദൈവത്തിന് നിസ്സാരമാണ്. എങ്കിൽ ചാടി എഴുന്നേറ്റ്, എല്ലാവരും ചാടി എഴുന്നേറ്റ് ദൈവത്തിന് നിസ്സാരമാണ്. 2 മിനിറ്റ് പ്രാർത്ഥിച്ചു നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചു. ജ്വാലയായി മാറും. അത് ജ്വലിച്ചു വന്ന ദിവസം കണ്ടവനെ മുള്ളുകളും മുൾച്ചെടികളും ധരിപ്പിച്ചു കളശിരി കരങ്ങളും ഉയർത്തപ്പിടിച്ച ഹൃദയം തുറന്ന് അവരുടേതായ ഭാഷയിൽ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ജീവനുള്ള പരിശുദ്ധാത്മാവ്, ഒരു കൊടുക്കാറ്റായ അഗ്നിനാളമായി ഇടിമിന്നൽ പോലെ ആലയ കൂടാരത്തിലേക്ക് വചന കൂടാരത്തിലേക്ക് നിറയട്ടെ. അവിശുദ്ധ ദാസന്മാരെ ഏറ്റെടുക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, അഭിഷേകം കൊണ്ട് പൊതിയട്ടെ, സദാസികാരെ ബലം കൊണ്ട് നിറയ്ക്കട്ടെ. കടന്നു വന്ന എല്ലാ ശുശ്രൂഷകരെയും കൂട്ടായ്മകളെയും ശക്തിപ്പെടുത്തും.
കരങ്ങൾ ഉയർത്തി ഉറക്കം വിളിച്ചു കുതിച്ച് യേശുവേ നിരാശകളോ ഭയപ്പാടുകളോ കുറ്റബോധങ്ങളോ അപകർഷങ്ങളോ അവിശ്വാസങ്ങളോ അന്ധകാര ആധിപത്യത്തിന്റെ പോരാട്ടങ്ങളോ എല്ലാം നിർവീര്യമാകട്ടെ. വചനത്തിന്റെ ശക്തി പാറയെ തകർക്കുന്ന കൂടം പോലെയുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ ശക്തി കർത്താവേ പുനരുദ്ധരിക്കുന്ന ആത്മാവായി പുതുക്കി പണിയുന്ന ആത്മാവായി രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവായി ഈ മക്കളുടെ മേൽ പതിക്കണമേ ഇറങ്ങണമേ. പാപത്തിന്റെയും പാപമുള്ളവരുടെയും ലോകമോഹങ്ങളുടെയും ജനികളുടെയും തത്വങ്ങളുടെയും എല്ലാ ആസക്തികളെയും എടുത്തു മാറ്റണമേ. കരുണമേ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഇവരെ പൂരിതരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിലെ ഭേദിക്കാനുള്ള ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇവരെ ദീപങ്ങളായി കർത്താവേ സഭയ്ക്ക് സമൂഹത്തിന് മാതൃകയുള്ളവരായി കർത്താവേ പീഠത്തിന് ഇറക്കി വെച്ച വിളക്ക് പോലെ പ്രശോഭിക്കുന്ന ജീവിതങ്ങളായി രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷത്തിനാണ് എന്നെ ഇവിടെ വരുത്താൻ ഇടയാക്കിയത്. സന്തോഷത്തിന് എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുന്ന അച്ഛനാണ്. വർഷങ്ങളായിട്ട് അച്ഛന്മാരുടെ ആഴമായ ബന്ധം. പുരോഹിതൻ എന്ന് പറയുമ്പോൾ സന്തോഷത്തിന്റെ പേരാണ് എൻ്റെ മക്കൾക്ക് വരുന്നത്. 272 പുരോഹിതന്മാരാണ് എൻ്റെ സ്നേഹിതന്മാർ. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അച്ഛന്മാരിൽ ഒരാളാണ് സന്തോഷത്തിന്റെ. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അച്ഛനും ഇവിടെയുള്ള എല്ലാ വൈദ്യർക്കും പ്രത്യേകിച്ച് എൻ്റെ ടീമിൻ്റെ നന്ദി പ്രത്യേകിച്ച് അറിയിക്കുന്നു. അതുപോലെ വൈദ്യരുടെ എല്ലാം പേരെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഷയം എഴുതി തന്നാൽ വേളങ്ങണ്ണി കൊണ്ടുവന്ന് 21-ാം തീയതി പ്രാർത്ഥിക്കും. പോരാൻ ആഗ്രഹിക്കുന്നുള്ളവർ നമ്മുടെ ഇവിടെ വീഡിയോ പിടിച്ച ബ്രദറിൻ്റെ പേര് വിളിക്കുമ്പോൾ ബ്രദർ നോട്ടീസ് വരും. 100 നോട്ടീസ് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ഓരോ കുടുംബത്തിൽ ഒരാൾക്ക് മേടിച്ചാൽ മതി. വേളങ്ങണ്ണി അതിനകത്ത് ഫോൺ നമ്പറുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിച്ചാൽ മതി. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ ഒറ്റ വാക്കിൽ നിന്ന് പറഞ്ഞു നിർത്തുന്നു. ഹല്ലേലൂയ. Hallelujah.
ആലോചിക്കേണ്ട കാര്യം. പഴയ നിയമത്തില് മോശ ദൈവത്തോട് ചോദിച്ചു, അങ്ങയുടെ പേരെന്താ? യാക്കോബ് ദൈവത്തോട് ചോദിച്ചു, അങ്ങയുടെ പേരെന്താ? എങ്കിൽ ദൈവത്തെ പേര് വിളിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരാണ് ഹാഗാർ. ആ വ്യക്തി ഇങ്ങനെ വിളിച്ച്, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. പ്രിയ സഹോദര സഹോദരി, നിന്നെ കാണുന്ന ദൈവം, നിന്റെ രഹസ്യങ്ങൾ അറിയുന്ന ദൈവം, നീ ചോദിക്കുന്നതിന് മുമ്പേ നിനക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് അറിയുന്ന ദൈവം, ആ ദൈവത്തിന്റെ മുമ്പിൽ ഇതാ നമ്മൾ ആരാധിക്കാനായി പോവുകയും ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ജീവനുമെന്റെ സർവസ്വം മുമ്പിലാണ്. ജീവനുമെന്റെ സർവസ്വം സർവസ്വം ജീവനുമെന്റെ ജീവിതവും ജീവനുമെന്റെ ജീവിതവും ജീവിതവും മുമ്പിലാണ്. എല്ലാവരും ശാന്തമായിരുന്നു ഇരു കരങ്ങളും ഒന്ന് വിരിച്ചു പിടിച്ച് നിന്റെ ജീവിതത്തെ ഒരു നിമിഷം ദൈവത്തിൽ നിന്ന് കൊടുക്കണം. പ്രിയ സഹോദര സഹോദരി, ആരോട് പറയാത്ത നൊമ്പരങ്ങളും വേദനകളുമായി കടന്നു വന്നവരുണ്ട്. മക്കളെ കുറിച്ചുള്ള വേദനകളുണ്ട്, ജീവിത പങ്കാളിയെ കുറിച്ചുള്ള വേദനകളുണ്ട്, വർഷങ്ങളായി സമാധാനം അനുഭവിക്കാത്ത കുടുംബങ്ങൾ. ഈ ആരാധനയിൽ എന്റെ എല്ലാ കാര്യം അറിയുന്ന ദൈവമേ, നീയാണ് എൻ്റെ ധനം. നിന്റെ അരികിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച്, നിന്റെ ദുഃഖങ്ങളെ ഒന്ന് സമർപ്പിച്ച്, നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കുന്നവൻ, നിന്റെ കണ്ണുനീരിനെ ആനന്ദമാക്കുന്നവൻ, നിന്റെ നിരാശയെ പ്രത്യാശയാക്കുന്നവൻ, നിന്റെ സഹനത്തെ സൗഭാഗ്യമാക്കുന്നവൻ, നിന്റെ രോഗത്തിന് സൗഖ്യം നൽകുന്നവൻ. ഇതാ നിന്റെ അരികിൽ ഇരു കരങ്ങളും അടിയിൽ വെച്ച് ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചു ഒരു നിമിഷം. എന്ന് ജീവിക്കുന്ന ദൈവിക സാന്നിധ്യത്തിന് മുൻപിൽ ഒരു നിമിഷം ജീവിതത്തെ സമർപ്പിച്ച് പ്രിയപ്പെട്ടവരെ, ഇതാ സ്വീകാര്യമായ സമയം, ഇതാ രക്ഷയുടെ ദിവസം, ഇതാ ഏറ്റവും പ്രിയപ്പെട്ട സമയം. കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ വിളിക്കുകയും അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ തേടുകയും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കുക, ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവരെ തേടിയിറങ്ങിയ, ജഡത്തിൽ വീണുപോയ, പാപത്തിൽ വീണുപോയ, മരണത്തിൽ വീണുപോയ മാനവകുലത്തെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ഇതാ വിട്ട് മണ്ണിലേക്ക് ഇറങ്ങിയ ദൈവപുത്രൻ. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുക്കുക. ആര് നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നിന്നെ ആവശ്യമുള്ള നിന്റെ ദൈവം, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ രോഗങ്ങൾക്ക് വേണ്ടി, നിന്റെ തകർച്ചകൾക്ക് വേണ്ടി പാപരിഹാരം ചെയ്ത നിന്റെ നല്ല തമ്പുരാൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചേ. ഈശോയെ, ഇന്ന വ്യക്തിയെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു, ഇന്ന സംഭവത്തെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു, ഇന്ന പാപദുശീലത്തെ ഓർത്ത് ഞാൻ നൊമ്പരപ്പെടുന്നു. എന്റെ ജീവിതം തകർച്ചയിലേക്കാണ്, വേദനയിലേക്കാണ്, കണ്ണുനീരിലേക്കാണ്. ആർക്കും എന്നെ സഹായിക്കാൻ പറ്റുന്നില്ല. കർത്താവേ, ജീവിതത്തിന്റെ ഏറ്റവും നാശകരമായ വക്കിലൂടെയാണ് എന്റെ ജീവിതം കടന്നു പോകുന്നത്. ഒന്ന് വിട്ടുകൊടുക്ക്. ഇതാ പുനരുദ്ധരിക്കുന്ന ദൈവപിതാവ് ഇറങ്ങി വന്നിരിക്കുന്നു. മലാക്കിയുടെ നീതി സൂര്യൻ, മലാക്കി പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിന്റെ ചെറുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. സർവ്വലോകത്തെയും തുള്ളിച്ചാടിക്കുന്ന, സർവ്വലോകത്തെയും അനുഗ്രഹിക്കുന്ന, ആശീർവദിക്കുന്ന
സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥകള് സന്നിധിയിൽ വിട്ടുകൊടുത്തേ അപ്പാ. പരിപൂർണമായിട്ട് സമർപ്പിച്ചേ. ആരൊക്കെ ഏറ്റുപറയും, ആരൊക്കെ സമർപ്പിക്കും, അവരുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തിന്റെ ഉറവയെന്ന് തുറന്നേ. ആ രക്തസ്നാനക്കാരി സ്ത്രീയെ പോലെ, ആ ശതാധിപനെ പോലെ, ആ ബർത്തമയൂസിനെ പോലെ, ആ സക്കേബൂസിനെ പോലെ അപ്പാ എന്റെ വീട്ടിലേക്ക് വരണേ, എന്റെ ജീവിതത്തിലേക്ക് വരണേ, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് വരണേ. പ്രിയപ്പെട്ടവരെ, സമർപ്പിക്കവേ. ഇത് സ്വീകാര്യമായ സമയം, ഇത് രക്ഷയുടെ ദിവസം. നിങ്ങളുടെ ജീവിതത്തെ അവന് സമർപ്പിക്കവേ. ഒരു നിമിഷം കരങ്ങൾ വിളിച്ചു പിടിച്ച കരങ്ങളിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ള ഉദ്യോഗസ്ഥരെ അവരെയൊക്കെ നോക്കും. നിങ്ങളുടെ ഇടയ്ക്കൊക്കെ ഈ ക്ലബ്ജീവോ റിട്ടയർമെന്റ് ജീവിക്കുന്ന വിശ്രമ ജീവിതം നയിക്കുന്ന വൈദികരെ ഒന്ന് പോയി കാണും. 17ഓളം വൈദികർ ഇതാ അവര് പറയുന്ന പല കാര്യങ്ങളും എന്നോട് പറയാൻ വെറുതെ 10, 17, 20 ഇടവേളൊക്കെ ഇരുന്ന വൈദികർ അവരുടെ പൗരോഹിത്യ റിട്ടയർമെന്റ് ആയതിനു ശേഷം ആരും അവരെ തിരിഞ്ഞു നോക്കുന്നു. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഈ പുരോഹിതരെ നോക്കണം. അവരാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു പുരോഹിതനില്ലെങ്കിൽ ഒരു ശിഷ്യനും സ്വർഗത്തിൽ പോകില്ലെങ്കിൽ, കത്തോലിക്കാ സഭയിൽ ഒരു പുരോഹിതനില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. അവൻ പാലമാണ്, പുരോഹിതനാണ്. നിനക്ക് മാമോദീസ നൽകിയ പുരോഹിതനെ നിനക്ക് ഓർമ്മയില്ല. ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ച പുരോഹിതനെ അല്ലെങ്കിൽ ആദ്യ വിവാഹം ചെയ്തവരെയൊക്കെ അവരെയൊക്കെ ഓർത്ത് അവരെയൊക്കെ നടക്കുന്ന സ്നേഹവും അച്ഛ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ഒന്ന് ചോദിക്കണം. അവരെയൊക്കെ നിങ്ങളല്ലാതെ ദൈവജനമല്ലാതെ ആരോട് പ്രിയരെ, അല്ലാതെ പുരോഹിതന്റെയും മെത്രാന്റെയും ഒക്കെ കുറ്റം പറയുകയല്ല ചെയ്യും. അവർ പുരോഹിതരായി എന്നത് ശരി തന്നെ, അവർ മനുഷ്യരാണ്. അവർ കുറവുകളും അവരൊന്നും ദൈവദൂതന്മാരോ ദൈവമോ അല്ല. അവരുടെ കുറ്റങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്. അത് ദൈവദോഷമാണ്, പരിശുദ്ധാത്മാവായിട്ട് ചെയ്യുന്ന പാവമാണ് പുരോഹിതന്റെ കുറ്റം പറയുക എന്നുള്ളത്. അതൊരിക്കലും ക്ഷമിക്കുന്നില്ല. ഒരു പുരോഹിതനാണ് നിനക്ക് വചനം തരുന്നത്. അപ്പൊ പരിശുദ്ധാത്മാവായിട്ട് ചെയ്യുന്ന പാവം കൊടുക്കപ്പെടുകയില്ല. പുരോഹിതന്റെ കുറ്റം പറയുന്ന എട്ടോളം വ്യക്തികൾ ഇതിനകത്തുള്ള ഈശോ വെളിപ്പെടുന്നു. ഒരു മാപ്പ് പറയണം, നേരിൽ അങ്ങനെ ചെയ്യും. അഭിഷിക്തന്റെ മേൽ അധികാരം ദൈവത്തിന് മാത്രമേ. അതുകൊണ്ടാണ് എന്റെ അഭിഷിക്തനെ തൊട്ടുപോയത്. അവർക്ക് കുറവുകളുണ്ടെങ്കിൽ ദൈവം നോക്കിയില്ല. ദൈവജനമല്ല പറയേണ്ടത്. അവരൊക്കെ വാർദ്ധക്യത്തിലാകുമ്പോഴേ അവരെ തിരിഞ്ഞു നോക്കുവാൻ ഇടയ്ക്കൊക്കെ ഓറഞ്ച് വാക്കുകളൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ വെറുതെ ഞാൻ ഈ 17 വർഷമായിട്ട് ഇവിടെ കലക്കി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വല്ലപ്പോഴും വെറുതെ വരികയല്ലാതെ ആരും ഇവിടെ വരുത്തില്ല. ഇത്ര സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണേ. ഇടയ്ക്കൊക്കെ അച്ഛന്മാരൊക്കെ വിളിച്ച് അച്ഛ മേടെ കഴിയുന്ന അച്ഛ ആഹാരമൊക്കെ കിട്ടിയോ, കഴിച്ചോ ചോദിക്കാറുണ്ട്. ഞാനൊരു ഇടവേൽ 5 ദിവസത്തെ ധ്യാനത്തിന് ചെന്നപ്പോഴാണ് അറിയുന്നത്. അച്ഛൻ പറയുക ബദറെ ധ്യാനിപ്പിക്കാൻ വന്നപ്പോഴാണ് ഞാൻ വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ ഇങ്ങനെ കൊടുത്തായിരുന്നു. അപ്പോൾ ഒന്ന് ചോദിക്കുക പോലും. അച്ഛൻ എന്തെങ്കിലും ബ്രെഡൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നത്. ചിലപ്പോൾ കഴിച്ചിട്ട് എത്രമാത്രം വേദനിക്കുന്ന ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് വചനപക്ഷത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം മൊത്തം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രാപ്തി ചെയ്ത സ്വർഗത്തിലേക്ക് കയറാൻ കുമ്പസാരത്തിൽ കൂടി ഒക്കെ നമ്മളെ സ്വർഗത്തിലേക്ക് പിടിച്ചു കയറ്റുന്ന രോഗിലേപനം ചെയ്ത് ഈ പുരോഹിതനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ആരാധനയിൽ അതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തു എന്റെ കുറവുകളെല്ലാം ഗണേശന്റെ നദികളുടെ തീരത്ത് വെച്ച് 2 വെള്ളം നിറച്ച് മീൻ പിടിച്ചു കൊടുത്തു. ഞാൻ പാപിയായ മനുഷ്യനാണ്, ഞാൻ കുറവുള്ളവനാണ് എന്ന് പറഞ്ഞ് കാൽക്കൽ വീഴുന്നു. കർത്താവേ, ഞാൻ കുറവുള്ളവനാണെന്ന് പറഞ്ഞ് നമുക്ക് അവനെ ആരാധിക്കാം. ജീവനും എന്റെ ജീവിതവും മുമ്പിലാണ്, ജീവനും എന്റെ ദുഃഖങ്ങളും ദുഃഖങ്ങളും മുമ്പിലാണ്, ജീവനും എന്റെ രോഗങ്ങളും മുമ്പിലാണ്.
കുമ്പിടുന്നു. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ വീശി ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആശീർവാദങ്ങൾ സ്വീകരിക്കാനായിട്ട് എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവേ, യേശുവേ വിളിച്ചുകൊണ്ട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. എല്ലാവരും കുമ്പിട്ട് കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.